ഒറ്റയടിക്ക് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന എവിടെയെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മലയാളികളെ കാണാൻ പറ്റും. അതാണ് ഞാനും പറയാനുള്ളത്. തെങ്ങും പാടം ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ ഉണ്ടെന്നാണോ? ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പൊ അമ്പലങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അതുവരെ ഉണ്ട്. ഹലോ എവരി വൺ, ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. പേര് എബിൻ ബെൻസി. ഇവർ എവിടെ നിന്നാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും. ജർമ്മനിയിൽ നിന്നാണ് ഇവർ നമ്മുടെ കൂടെ കൂടുന്നത്. എബിൻ അവിടെ ലോജിസ്റ്റിക്സിൽ പ്രൈസിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. DP വേൾഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബെൻസി 10+ ഇയേഴ്സ് ആയിട്ട് രജിസ്റ്റേർഡ് നേഴ്സാണ്. അവിടെ സിറ്റിസൺസ് ആണ് അവര്. അപ്പം നമുക്ക് ഇന്ന് അവരുമായിട്ടാണ് കുറെ കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും പോകുന്നത്. ജർമ്മനിയെ കുറിച്ച് കുറെ ഫണ്ണായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് കേൾക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, നമ്മുടെ കൂടെ എബിനും ബെൻസിയും ഉണ്ട്. ഹായ് എബിൻ. ഹായ് ബെൻസി. ഇപ്പോ എത്ര മണിയായി ജർമ്മനിയില്? ഇപ്പോൾ ജർമ്മനിയിൽ 12 മണി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 3:30 ആയിട്ടുണ്ട്. അപ്പോ ഇത്രയും സമയ വ്യത്യാസം ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ എങ്ങനെയാ അവിടെ? ചൂടാണോ തണുപ്പാണോ? 3.5 മണിക്കൂർ. ഓക്കെ, കൊള്ളാം. ഇപ്പൊ അവിടെ തണുപ്പാണോ ചൂടാണോ? ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. സമ്മർ സീസൺ തുടങ്ങി. ജൂണൊക്കെ ആയപ്പോഴത്തേനും നല്ല ചൂടുണ്ട്. ഒരു 36 ഡിഗ്രി വരെ ഉണ്ട്. 36 ഡിഗ്രി എന്ന് പറയുമ്പോൾ ജർമ്മനിൽ വലിയൊരു ചൂടാണ് അല്ലേ? നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു 40-48 എത്തണ ഒരു നല്ലൊരു ചൂടാവാനായിട്ട്. ആ ഒരു ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? അതെ, അത് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഹീറ്റ് വേവ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നോർമൽ ടെമ്പറേച്ചർ അല്ല, പക്ഷെ ഇതൊരു എന്താണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പം ഹീറ്റ് വേവ് വരുന്നതാണ്. ഇതിപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഈ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 25 ഇതിലേക്ക്, ആ നിലയിലേക്ക് 25-26 എന്ന നിലയിലേക്ക് താഴാനാണ് സാധ്യത എന്നാണ് അങ്ങനെയാണ് ന്യൂസിൽ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിക്കാൻ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്നു മുതലാണ് ഈ ജർമ്മനി എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ വന്നത്? എനിക്ക് തോന്നുന്നു ആദ്യം ബെൻസിയാണ് ജർമ്മനിയിൽ എത്തിയത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, എന്നു മുതലാണ് ഈ പറയുന്ന ജർമ്മനി എന്ന് പറഞ്ഞ ഡ്രീം മനസ്സിലേക്ക് വന്നത്? അത് പെട്ടെന്നൊരു ദിവസം വന്നതാണോ, അതോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലൈഫിലേക്ക് വന്ന ഒരു ഡ്രീമാണോ ഈ ജർമ്മനി? ജർമ്മനി എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രീമായിട്ട് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു 10 ഇയേഴ്സ് മുമ്പ് വന്നതാണ്. അന്ന് ജർമ്മനി അത്ര പോപ്പുലർ അല്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ട്. അപ്പം അവർ പറഞ്ഞൊരു ഇൻഫർമേഷൻ വഴി ചെറിയൊരു ഹിന്ദി കിട്ടിയെടുത്തുനിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ എവിടെ എത്തും എന്നറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് അതായിരുന്നു എൻ്റെ ബേസിക് ക്രൈറ്റീരിയ. അപ്പോൾ അതാദ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ജർമ്മനിയിലേക്ക് വന്നത്. അല്ലാണ്ട് ഞാനിങ്ങനെ ജർമ്മനി ഒരു സ്വപ്നമായിട്ട് കണ്ടിട്ട് വന്നതല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഓക്കെ, നല്ല സർപ്രൈസ്, നല്ലൊരു ഉത്തരവാണ്. എനിക്ക് ഈ ഒരു ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നമ്മൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം പറയുമ്പോൾ നമുക്ക് ജർമ്മനിയെ കുറിച്ചൊരു ചെറിയൊരു ചിത്രം ഉണ്ടാവും. ജർമ്മനി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു കൺട്രിയാണ്, അങ്ങനെയുള്ള കുറെ തോട്ട് മനസ്സിലുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ജർമ്മനിയിൽ എത്തിയപ്പോൾ തോന്നി? അതോ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ചിത്രം തന്നെയായിരുന്നു ജർമ്മനിയിൽ എത്തിയപ്പോൾ ഉണ്ടായൊരു അനുഭവം? ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ എനിക്കുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി എന്നുള്ളൊരു വ്യൂ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കാണുന്ന ഒരു രീതി. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെയും നേച്ചറായിട്ട് ഭയങ്കര അസോസിയേറ്റഡ് ആയിട്ട് അതൊന്ന് തോന്നി കുറേ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല ഇവിടെ വന്നപ്പോൾ. സിറ്റി ലൈഫ് ഉള്ളത് സിറ്റിയിൽ മാത്രമായിരിക്കും. അത് അങ്ങനെ ഭയങ്കര മേജർ സിറ്റീസ് അങ്ങനെ വരുന്നിടത്തായിരിക്കും. ഞാൻ താമസിച്ച സ്ഥലത്ത് എല്ലായിടത്തും കൂടുതലും നല്ല ലാൻഡ്സ്കേപ്സും അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കണ്ടത്. അതുപോലെ തന്നെ കുറച്ചും കൂടി പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും. അതുപോലെ മെയിൻ ഒരു ഇത് ഞാൻ കണ്ടെത്തിയതല്ല, എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. എല്ലാം ഇപ്പോഴും പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളാണ് അതിലെനിക്ക് ഫീൽ ചെയ്തത് വന്ന സമയത്ത്. ഇപ്പോൾ അതിനോട് യൂസ്ഡ് ആയി എന്നുള്ളതാണ്. അതായത് അതിൻ്റെ കൂടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് പല തരത്തിലാണ് നമ്മൾ കണക്കാക്കുക. അപ്പം ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഇവർക്ക് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പം ഇവർ പല കാര്യങ്ങളും ഡിജിറ്റലി ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് ആളുകളുടെ ഒരു മനോഭാവം കൂടിയാണ്. കാരണം അവർക്ക് ഓൺലൈൻ പേയ്മെന്റുകളോടോ അല്ലെങ്കിൽ എല്ലായിടത്തും കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യുക അങ്ങനെയുള്ളത് മുതിർന്നവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്നത് യങ്ങർ ജനറേഷൻസും ഇപ്പം അതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 19 വന്നപ്പം ഉണ്ടായിരുന്നതിനെക്കാട്ടും ഒരുപാട് പല കടകളിലും ഇപ്പം കാർഡ് പേയ്മെന്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ നാട്ടിൽ മൊബൈൽ ഡാറ്റയൊക്കെ ഇഷ്ടംപോലെ യൂസ് ചെയ്ത് ഒരു ദിവസം 2 GB
ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വന്ന സമയത്ത് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഒരു മാസത്തേക്ക് 4 GB എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു മൊബൈൽ ഡാറ്റയൊക്കെ നമ്മൾ വീണ്ടും ഒരു ഏകദേശം എനിക്ക് തോന്നുന്നത് 2012-13 കാലങ്ങളിൽ അന്ന് മൊബൈൽ യൂസ് ചെയ്ത പോലെ 1 GB ഒരു മാസത്തേക്ക് കിട്ടുന്ന പോലെയൊക്കെ ആ സ്റ്റേജിലേക്ക് പോയി. അതായത് 19 വന്നപ്പോഴാണ് പറയണത് അത്ര ഒരു 6-7 വർഷം പുറകിലുള്ള പോലെ തോന്നിയായിരുന്നു പല കാര്യങ്ങളും. അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ, നമുക്ക് നെറ്റ് അങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് യൂസേജ് ആയിരുന്നു, അത്രേ പറ്റുള്ളായിരുന്നു. അപ്പം നമുക്ക് തോന്നും ഇങ്ങനെയുണ്ട് ഡെവലപ്മെന്റ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട് അല്ലെ? കുറച്ചും കൂടി അതിൽ നിന്ന് കുറെ മാറി ഒരു പുതിയൊരു മുഖമാണ് ഇപ്പൊ ജർമ്മനിയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? അങ്ങനെ പുതിയത് എന്നതല്ല, അതായത് ഇപ്പം എന്താണ് കാലാനുസൃതമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ ഇപ്പൊ കുറച്ചും കൂടെ, അതായത് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ പുതിയ ഇപ്പൊ അത് മെയിൻ ഒരു കാരണം പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം ആണ് കൂടുതലായിട്ട് അത് ഭയങ്കര അഡ്വാൻസ് ആയി വന്നത്. അതിനു മുമ്പ് വരെ ഇവർക്ക് കാരണം അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു, അത് വേണ്ട എന്നുള്ളതായി. പക്ഷെ കോവിഡ് വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ലോക്ക്ഡൌൺ വന്നു, എല്ലാവരും നമ്മൾ നേരിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങൾ പറ്റാതായി. അങ്ങനെ വന്നതിന് ശേഷമാണ് ഒരു ഡിജിറ്റലൈസേഷനൊക്കെ മുമ്പോട്ട് വന്നത്. അപ്പൊ അതിന് ശേഷം ഇപ്പം കുറെ പുരോഗതി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ അത്ര പെട്ടെന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറ്റില്ല. പിന്നെ പല കാര്യങ്ങളും ഇപ്പോഴും ഇപ്പോൾ ഗവൺമെന്റിന്റെ അത് വരുന്നത് പലതും പോസ്റ്റിൽ വന്നിട്ടായിരിക്കും ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങൾ പോസ്റ്റ് തന്നെ അയക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള കാലതാമസങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അതിലൊന്നും അഡ്വാൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതില് ഈ ജർമ്മനിയിലേക്ക് വന്നു എന്ന് പറയുന്ന ഡിസിഷൻ എന്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ തോന്നുന്നുണ്ടോ? അങ്ങനെ നമുക്കിപ്പോ ഒരു ബെസ്റ്റ് എന്നുള്ളത് പറയാൻ ഇതുവരെ ഉള്ളതിൽ നമുക്കൊരു റിഗ്രറ്റ് ഇല്ല. കാരണം ഇപ്പം നാട്ടിലായിരുന്നെങ്കിലും ഇവിടെ ആയിരുന്നെങ്കിലും നമ്മളിപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിൽ ജോലി, ഇപ്പം എൻ്റെ വീട് വയനാടായിരുന്നു, പക്ഷെ നമ്മൾ ജോലി സംബന്ധിച്ച് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അപ്പം ചെന്നൈയിലായിരുന്നു, പിന്നെ ബാംഗ്ലൂരായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു ജോലിയും ചെയ്തും അല്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ ഇപ്പം എന്താ പറഞ്ഞാൽ ദൈവാനുഗ്രഹത്താൽ ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനും നാട്ടിൽ ജോലി ചെയ്ത അതേ ഫീൽഡിൽ തന്നെയാണ് ഇവിടെയും എനിക്ക് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയത്. അപ്പോൾ അതിലൊരു അതേ ജോലിയല്ല, പക്ഷെ ഒരു ചെറിയ അതേ ഫീൽഡിൽ വേറെ പ്രൊഫൈലായിട്ട് ജോലി ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നതിൻ്റെ പേരിൽ നമ്മളങ്ങനെ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഫാമിലി ആയിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, നല്ലൊരു തീരുമാനമാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറഞ്ഞ സ്വപ്നത്തേക്ക് വന്നപ്പോൾ എന്തെല്ലാം വളർച്ചകളാണ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക? ഇപ്പോൾ 10 കൊല്ലം മുമ്പുള്ള ബെൻസി എബിൻ എന്ന് പറയുന്ന ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ പ്രൊഫഷണലി, പേഴ്സണലി, ഫൈനാൻഷ്യലി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ? അതൊന്ന് ഷെയർ ചെയ്യാവോ? 10 കൊല്ലം മുമ്പ് എന്നുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, എനിക്ക് ഫൈനാൻഷ്യലി കൂടുതൽ പറയാനുള്ളത് കുറച്ച് പ്രൈവറ്റ് പേഴ്സണലി എന്നുള്ളൊരു രീതിയിലാണ്. നമുക്കൊരു സെൽഫ് വർത്ത് ഉണ്ടാവാനും അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്, നേരത്തെ ചോദിച്ച പോലെ. അതുപോലെ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എനിക്ക് നമുക്കിപ്പോൾ ഒരിക്കലും 10 years കൊണ്ട് ഞാൻ ഇത്ര നേടി ഇത്ര ഇത് ചെയ്ത് ഐ കാൺ ഷോ യു ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും അസറ്റ്സ് കാണിക്കുന്ന പോലെ അങ്ങനെയുള്ള രീതിയിലൊന്നും പറയാനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ചെയ്ത ജോലിക്കുള്ള പൈസ, നമ്മൾക്ക് ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പൈസ കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ മെയിൻ കാര്യം. പിന്നെ നമ്മളൊരു ഫാമിലി ആയിട്ട് എന്താ പറയുക എക്സ്റ്റെൻഡ് ആയത് വരുമ്പോഴും ഞങ്ങൾക്കിപ്പോൾ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു താമസ സ്ഥലം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നടന്നു പോകാനുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോഴും നമുക്കുണ്ട്. പിന്നെ എന്താ പറയുക, ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണ്.
ബട്ട് ഈ പറഞ്ഞ പോലെ 10 years കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു തരാനായിട്ട് നമ്മുടെ അടുത്ത് ഇല്ല അതില് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അത് നമുക്ക് അതിപ്പം ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഫൈനാൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം ഇപ്പം നമുക്കിപ്പം ഇവിടെ നിന്നാലും സമ്പാദിക്കാൻ പറ്റും, ഹാർഡ് വർക്ക് ചെയ്ത് സമ്പാദിക്കാൻ പറ്റും, ഡ്യൂട്ടി കൂടുതൽ നേരം ചെയ്യാൻ പറ്റും, ഒന്നിലധികം ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് അനുസരിച്ച് നമ്മളിപ്പം ചില കോംപ്രമൈസുകൾ ലൈഫിൽ വേണ്ടി വരും. അപ്പം ഇപ്പോൾ വീക്കെൻഡ്സ് ജോലി ചെയ്യുന്നു, നൈറ്റ് ജോലി ചെയ്യുന്നു തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. അപ്പം നമ്മളത് ഇപ്പം സമ്പാദിക്കാനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ സമ്പാദിക്കാം. അതല്ല ഒരു ഫാമിലി ലൈഫിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ അപ്പം നമുക്കൊരു വിസിബിൾ അസറ്റ്സ് ഉണ്ടാവില്ല, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഫാമിലി ആയിട്ടും പോകാൻ പറ്റും. അപ്പം ഇത് പറഞ്ഞതുപോലെ നമുക്ക് മെയിനായിട്ട് വരുന്നത് ചെയ്യുന്ന ജോലിക്ക് ഒരു മാന്യമായ ശമ്പളം നമുക്ക് കിട്ടും. അപ്പം അതാണ് ഈ നാട്ടിലൊരു ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇപ്പം ഏതൊരു ജോലി ചെയ്താലും ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ ഇന്ന ജോലിയാണ് ഇന്ന പോലെ അങ്ങനെ ഒരു വർത്തമാനം നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഏത് ജോലി ചെയ്യുന്നവരും പിന്നെ ഏതൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇപ്പം നമ്മൾ ഈ ഇപ്പോഴത്തെ എപ്പോഴും കേൾക്കുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ, കാരണം ഇത് എല്ലാ ഫീൽഡിലും ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു ജോലി ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ ഒരാൾ അത് ശരിക്കും പഠിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ശമ്പളം പല ജോലിക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ഏതൊരു ജോലി ചെയ്യുന്ന ഒരാൾക്കും പഠിച്ച് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു നിലയും വിലയും തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഇപ്പൊ 10 years ആയി എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം എനിക്ക് ഫേസ് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ വന്ന സമയത്ത് നമ്മൾ സിംഗിൾ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജോലിക്ക് വരുന്നു, ഫുൾ ടൈം പോകുമായിരുന്നു, എല്ലാ ഷിഫ്റ്റും എടുക്കുമായിരുന്നു. ഐ ക്യാൻ ഡു ആസ് മെനി ആസ് തിങ്സ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫാമിലി ലൈഫ് ആകുമ്പോൾ കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആയി, കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആയി. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു അതിൻ്റെ ഒരു ഇത് കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അതിൽ വ്യത്യാസം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആയിട്ടാണെങ്കിലും നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാനും എങ്ങനെ നമുക്ക് പറ്റുന്ന പോസിബിൾ ഇതിൽ നിന്നിട്ട് ജോലി കണ്ടിന്യൂ ചെയ്യാനും അതിനനുസരിച്ചുള്ള ഏണിങ് കിട്ടാനും നമുക്കിവിടെ പോസിബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക മണി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏൺ ചെയ്യണം എന്നുള്ളൊരു ഹൈലി ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് നമുക്കതിൽ ഒരിക്കലും 10 years നിന്നുകൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഗോൾസ് ആണുള്ളത്. ഓരോരുത്തർ മാക്സിമം ഏൺ ചെയ്യാന്ന് വിചാരിക്കും, ചിലർ വിചാരിക്കും മാക്സിമം ലൈക്ക് ഇവിടെ നോർമലി ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഇതിൻ്റെ കൂടെ തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ വന്ന് എന്തിനാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു പ്ലാൻ. ചിലവർക്ക് അത് യാത്ര ചെയ്യാനായിരിക്കാം, ചിലവർക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ സമ്പാദിച്ചതിന് ശേഷം അതുകൊണ്ട് നാട്ടിൽ പോയി തിരിച്ചു പോയി സെറ്റിൽ ആവാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വീട് വാങ്ങി ഇവിടെ സെറ്റിൽ ആവാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ ഇവിടെ നിന്ന് കുറച്ചു കാലം ജോലി ചെയ്ത് ആ പൈസ വെച്ച് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അതായത് നമുക്കൊരു ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നേടാമെന്നോ ഒട്ടും നേടാൻ പറ്റില്ല എന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ക്ലിയർ. അതായത് എനിക്ക് തോന്നുന്നു ഒരാളുടെ ഒരു ഇന്റൻഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അവൻ എന്താണ് അവൻ്റെ ഉള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് വരിക. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ബെൻസി പറഞ്ഞു പ്രൊഫഷണലി വളർന്നു എന്നുള്ളൊരു കാര്യം. പേഴ്സണലി പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഒത്തിരി വളർച്ച വന്നിട്ടുണ്ട്. ഫൈനാൻഷ്യലി എന്നതിന്റെ അപ്പുറത്തേക്ക് ഈ രണ്ട് വിഭാഗത്തിൽ കുറച്ചും കൂടി അതൊരു ഇന്റൻഷൻ നിങ്ങളുടെ അതായിരുന്നു. ഫാമിലി ലൈഫിലേക്കായിരുന്നു കൂടുതൽ ഇന്റൻഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഫൈനാൻഷ്യലി അങ്ങനെ ഇന്റൻഷൻ ഉള്ള ആൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്, അല്ലെ? ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഒരു ചോദ്യം ഇങ്ങനെ പറഞ്ഞോ. ഓക്കെ. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എത്ര ജോലി വേണമെങ്കിൽ നമുക്കൊരു ഇത്ര പെർസെൻറ്റേജ് വരെ ജോലി ചെയ്യാന്നുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ ഇൻറ്റൻഷനലി വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര ജോലി ചെയ്താലും കുഴപ്പമില്ല. ഇഫ് സമ്മൺ ഈസ് റെഡി ടു ഡു ദാറ്റ് മച്ച് ഹാർഡ് വർക്ക്, അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട് നമ്മുടെ അറൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഒരൊറ്റ ഒരു ലൈനിൽ ഉത്തരം പറയുകയാണെങ്കിൽ പണ്ട് കേരളത്തിലായിരുന്നു പണ്ടത്തെ ജർമ്മനി ഇന്നത്തെ ജർമ്മനി എന്താണ് വലിയൊരു ഡിഫറൻസ് എന്നുള്ള ഒറ്റ ലൈനിൽ പറയാൻ പറ്റുന്നുണ്ട് ഇവർക്ക് ഓരോരുത്തരും? ഒരു ലൈനിൽ പറയണം, എന്തായിരിക്കും ഡിഫറൻസ്? പെട്ടുപോയോ? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മളും എന്താണ് ഇപ്പൊ നമ്മള് വന്നിട്ട് ആകെ ഒരു
10 വർഷം ഇപ്പൊ മരിച്ചു വന്നിട്ട് 10 വർഷം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു നമുക്ക് അങ്ങനെ ഡിഫറൻസ് പറയാനായിട്ട് പറ്റില്ല. എനിക്ക് മേജർ ഡിഫറൻസ് കാരണം നമ്മളെ ലൈഫ് അനുസരിച്ച് മാറി വരുന്നത് കൊണ്ട്, സ്റ്റേജുകൾ മാറുന്നതുകൊണ്ട് നമ്മളെ കാഴ്ചപ്പാടും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊരു ഒറ്റയടിക്ക് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മലയാളികളെ കാണാൻ പറ്റും. അതാണ് ഞാനും പറയാനുള്ളത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഓക്കെ, അതായത് ജർമ്മനി ഒരു കേരളമായതുപോലെ തോന്നുന്നുണ്ട്. അതാണോ ഏറ്റവും വലിയ ഡിഫറൻസ്? ചെറുതായിട്ട് കാരണം വന്ന കാലത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസ് അതാണ്. 10 വർഷത്തിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോ ഒത്തിരി മലയാളികളെ കാണാനുണ്ട്. തെങ്ങും പാടം ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ ഉണ്ടെന്നാണോ? ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പൊ അമ്പലങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അതുവരെ ഉണ്ട്. ഇപ്പൊ ഗ്രേറ്റ്. ഒരു കേരളം പറിച്ചു തട്ടുന്നതാണ് 10 വർഷത്തിന് ശേഷം പെട്ടെന്ന് കാണുന്ന ഒരു ഡിഫറൻസ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ജോലിക്ക് കയറിയ ഹോസ്പിറ്റലിൽ ഞാൻ ഏക ഒരു ഇന്ത്യക്കാരിയായിരുന്നു. അപ്പം അത് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അവിടെ എന്നെ അവർ ആദ്യമായിട്ട് ആസ് എൻ ഇന്ത്യൻ ഒരാൾ ആദ്യമായിട്ട് കാണുന്നത് അവർ ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ഞാനും അവിടെ ആദ്യമായിട്ടാണല്ലോ. ആ സ്ഥാനത്ത് ഇപ്പൊ അവിടെ ഒരു എനിക്ക് തോന്നുന്നു 16-20 പേരോ എങ്ങാണ്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഉണ്ട്, മലയാളീസ് ഓൺലി. അപ്പൊ അതൊരു വലിയ ഡിഫറൻസ് ആണല്ലോ. അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ്. ആദ്യം ഇന്ത്യക്കാരെ കാണുമ്പോൾ ജർമ്മൻസ് എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോ മലയാളികൾ കണ്ടിട്ട് മലയാളികൾ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ. ഇപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാണ്. കാരണം ഇപ്പൊ ഒത്തിരി പേര് വളരെ വറീഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ 2026 കുറേ കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, എക്കണോമിക്കലി ആണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം, 2026 ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഒരു നല്ല ഡിസിഷൻ ആണോ? എന്താ നിങ്ങൾക്ക് തോന്നണേ? അതില് ഇപ്പം 2026 ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ജർമ്മനിന്റെ ഒരു ചെറിയൊരു പ്രശ്നം നെഗറ്റീവായിട്ട് വരുന്നത് മൊത്തത്തിലുള്ള എക്കണോമി നെഗറ്റീവിലാണ്, ഗ്രോത്ത് ഇല്ല. പക്ഷെ അത് ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് സെഗ്മെന്റ് ആണ് നമുക്ക് ജർമ്മനിനെ പറ്റി അറിയാവുന്ന രീതിയിലുള്ളത്. എഞ്ചിനീയറിംഗ് ആണ് ബേസ് ഉള്ളത്. അപ്പൊ അതിലൊരു മൊത്തത്തിൽ ഗ്രോത്ത് കുറവുണ്ട്. അപ്പം നമ്മൾ ഇപ്പം അതുകൊണ്ട് ചില IT ഫീൽഡുകളിലും ചില കമ്പനികളിൽ ജോലി കുറവ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ എക്കണോമിക്കലി ആയിട്ട് ഒരു നല്ല സമയം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അതൊരു സമയം അത്ര നല്ലതല്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. പല ഫീൽഡിലും ഓപ്പർച്യൂണിറ്റികൾ, ജോബ് റിലേറ്റഡ് ആയിട്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എല്ലാം ഒരു സെഗ്മെന്റ് മാത്രം നോക്കാതെ, ഇപ്പൊ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ മാത്രം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ജോബുകൾ മാത്രം എന്ന രീതിയിൽ നോക്കാതെ അതർ ഏരിയാസും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിലൊരു ബുദ്ധിമുട്ടും അതേസമയമുണ്ട്. എല്ലാ ഫീൽഡിലും ഇവര് ഇപ്പോഴും പുറത്തുനിന്ന് ആളെ എടുത്ത് തുറന്നിട്ടില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ ഫീൽഡിൽ ലോജിസ്റ്റിക്സിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അത് പല രീതിയിൽ, ഇപ്പം ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വെയർ ഹൗസ് വരും, ട്രാൻസ്പോർട്ടേഷൻ വരും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ ഡിവിഷനാണ്. അതിലും ഓപ്പണിങ്സ് ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കമ്പനികളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കമ്പനികൾ പലതും ചിലത് ചെറിയ ടീംസ് ആയിരിക്കും, ചെറിയ കമ്പനികളായിരിക്കാം. അപ്പൊ ഇത്തരം കമ്പനികൾക്ക് ഈ ജർമ്മനിയുടെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിന്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ പലർക്കും നിശ്ചയം ഉണ്ടാവില്ല. അപ്പം HR ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ നമ്മളെ പ്രൊഫൈല് നോക്കില്ല. പിന്നെ ജോലികൾ പലതും ജർമ്മൻ ഒരുപാട് വേണ്ടതായിരിക്കും. നമ്മൾ ജർമ്മനിയിലുള്ള ആളുകളായിട്ട് സംസാരിക്കേണ്ടതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജിൽ നല്ല പ്രാവീണ്യം വേണം. അപ്പോൾ നമുക്കൊരു A1 A2 അല്ലെങ്കിൽ B1 കൊണ്ട് പോലും പറ്റില്ല, B1 B2 അബോവ് വേണ്ടി വരും. അപ്പം ഇതിലൊക്കെ കൺവീൻസ് ആയെങ്കിൽ മാത്രമേ നമുക്കൊരു ചാൻസ് ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന അത് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ ഫീൽഡിൽ ഇപ്പോൾ ഫ്രൈറ്റ് ഫോർവേഡിങ്ങിലാണെങ്കിലും ലോജിസ്റ്റിക്സിൽ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവർ, ഇപ്പം നമ്മുടെ കെയർ ഓഫിൽ, ഇപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്ക് എല്ലാ ദിവസവും എന്താണ് ജോലിയിൽ ഇംഗ്ലീഷും വേണം, ജർമ്മനും വേണം. അപ്പം അതുകൊണ്ട് അതും ഓപ്പണിംഗ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എക്കണോമി മോശമായതിൻ്റെ പേരിൽ പല കമ്പനികളും പുതിയ ആളുകളെ എടുക്കുന്നത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇന്ന് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതൊരിക്കലും ഒരു കണ്ടിന്യൂ ഇല്ല എന്ന് തീർത്തും പറയാനും പറ്റില്ല.
അതുപോലെ ഹെൽത്ത് സെക്ടറിൻ്റെ കാര്യം ആഡ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ ഇപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഹെൽത്ത് സെക്ടർ ഇപ്പോൾ അറിയാലോ, എന്തായാലും മെഡിക്കൽ ഫീൽഡ് ഈസ് ഓൾവേസ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നേഴ്സസ് ആയിരിക്കും കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ ഇപ്പോഴും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ എബി പറഞ്ഞ പോലെയാണെങ്കിൽ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സിൽ വരാൻ നോക്കുന്നവരുടെ ഇതിൽ വലിയ ഒരു ഇതുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മെയിനായിട്ട് ലാംഗ്വേജ് ആണ് ഞാൻ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഇല്ലാണ്ട് ഏതെങ്കിലും ചാൻസിൽ വരാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഒരു ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ജോബ് മാർക്കറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ തന്നു. അതായത് നമുക്ക് പലതരത്തിലുള്ള ഹൗസ് ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ കോഴ്സ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ കുറെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ജർമ്മൻ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഹെൽത്ത് സെക്ടർ ഇപ്പോഴും വളരെ വൈഡായിട്ട് ഓപ്പൺ ആണെന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, പലരുടെയും ഒരു ധാരണ ജർമ്മനി എന്ന് പറയുന്നത് ഇപ്പൊ അതിനൊരു ഉത്തരം ഓൾറെഡി എബിൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ജർമ്മനിയിലെ നഴ്സസിനും എഞ്ചിനീയേഴ്സിനും മാത്രമല്ല ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള പല ആളുകൾക്കും വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സും നഴ്സുമാരും അല്ലാതെ എന്തൊക്കെ സാധ്യതകളാണ് ജർമ്മനിയിൽ ഉള്ളതെന്നൊന്ന് പറയാമോ? അത് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോക്കുക, ജർമ്മനിയിൽ വർക്കിംഗ് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിലുള്ളത്. നമ്മളൊരു ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മുടെ നാട്ടിൽ യുവാക്കളാണ് കൂടുതൽ, അവർക്ക് ജോലിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ ഇവിടെ വരുന്നത് യങ്സ്റ്റേഴ്സ് കുറവാണ്. ഇപ്പോൾ ഉള്ളവർ അടുത്ത ഒരു 5 അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ റിട്ടയർ ആവുന്നവരാണ് കൂടുതൽ ടോട്ടൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പം ഇവരെ റീപ്ലേസ് ചെയ്യാൻ ആളില്ല എന്നതിൻ്റെ പുറത്താണ് നമുക്ക് ഈ ജർമ്മനിക്കുള്ള വന്നൊരു ഹൈപ്പും അല്ലെങ്കിൽ ഇപ്പം നേഴ്സിംഗ് അല്ലെങ്കിൽ പല ഹൗസ് ബിൽഡിങ്ങും. അപ്പം ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഇവിടെയുള്ള ഏതൊരു ഫീൽഡിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് ജോബ്. പക്ഷെ അതിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഭാഷ ആണ്. പിന്നെ ആ ഒരു സെഗ്മെന്റിലുള്ളത് ഇവര് പുറത്തുനിന്ന്, അതായത് ജർമ്മനിയിൽ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിന് വെളിയിൽ നിന്ന് ആളുകളെ എടുക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതില് ഗവൺമെന്റ് തലത്തിൽ തന്നെ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ചിലപ്പോൾ ഒരു പബ്ലിക്കലി വിസിബിൾ ആയിരിക്കില്ല. ഇപ്പം നമുക്കാണെങ്കിൽ അതായത് ചില പോക്കറ്റുകളിലായിട്ടാണ് ഇത് പലതും നടക്കുന്നത്. പലതും എക്സ്പെരിമെന്റൽ ആയിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബുച്ചറി, അതായത് നമ്മളത് ഇറച്ചിക്കട എന്നുള്ള ആ രീതിയിൽ പറയുന്നില്ല, അതിന്റെ കോഴ്സുകൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റ് കട്ടിങ്ങിന്റെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ കൊമേഴ്ഷ്യൽ ട്രേഡ് ബോഡി ഇതിന്റെ കീഴിൽ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് അവിടെയുള്ള ഒരു മെറ്റ്സ്കറി എന്നാണ് ഇവിടുത്തെ അതിന് പറയുന്നത്, ഷോപ്പിന് പറയുന്നത്. അപ്പം അവര് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കോഴ്സുകളുണ്ട്. അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ ഹൗസ് ബിൽഡിങ് അതിന്റെ ഒരു ഡോക്യുമെന്ററി ഇവിടുത്തെ ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന DP വേൾഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കമ്പനികളിലും അവരും ഹൗസ് ബിൽഡിങ്ങിന് ആളുകൾ എടുക്കുന്നുണ്ട്. അത് ഹൗസ് ബിൽഡിങ്ങുകളായിട്ടുണ്ട് അല്ലെങ്കിൽ ഡുവാൽ സ്റ്റുഡിയോമായിട്ട് അങ്ങനെ പലതിലും ഉണ്ട് പലയിടത്തും. പിന്നെ അതുപോലെ ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ വേറൊരു ഹൗസ് ബിൽഡിങ്ങിൽ ചെയ്യുന്നുണ്ട്. മറ്റേ കാർ മെക്കാനിക്കിന്റെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. നേഴ്സിംഗിന്റെ ഹൗസ് ബിൽഡിങ്, നേഴ്സിംഗിൽ തന്നെ നേഴ്സിംഗ് മാത്രമല്ലാതെയും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കലി വരുന്ന പല ഇതിലും ഹൗസ് ബിൽഡിങ് അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇതില് എല്ലായിടത്തും മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഭാഷയാണ്. കാരണം ഇവർക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നു എന്നത് നോക്കിയിട്ടാണ് ഇവർക്ക് വരുന്നത്. ഇപ്പം ഞാൻ 2019 വന്നപ്പം എനിക്ക് ജോലി കിട്ടാനുള്ള ഒരൊറ്റ കാരണം അന്ന് ഞാൻ B1 വരെ പാസ്സായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് എനിക്ക് ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ പറ്റിയായിരുന്നു. അതൊറ്റ ഒരു ഇതുണ്ടായിരുന്നു. മാനേജർ നമ്മളോട് തീർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് ഇല്ല, ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ല, ഒക്കെ ഇല്ല. പക്ഷെ അവർ നോക്കിയപ്പോൾ ജർമ്മൻ ഭാഷ ചെറുതായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ വിച്ച് പ്രൂവ്സ് നമ്മളൊരു എഫേർട്ട് എടുക്കാൻ വില്ലിങ് ആണെന്നുള്ളതാണ് അവർക്ക് മനസ്സിലായത്. അത് ബേസ് ചെയ്തിട്ടാണ് അവർ ആ ഓപ്പണിംഗ് എനിക്ക് തന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാം ഓക്കെ.
എനിക്ക് തോന്നുന്ന ഒരു കാര്യം എല്ലാം നമ്മൾ പറഞ്ഞ് കറങ്ങിത്തിരുന്ന ലാംഗ്വേജിലേക്ക് തന്നെ എത്തണം അല്ലെ. അതായത് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി വൈഡ് ആയിട്ടുണ്ടെങ്കിലും ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഒന്നും എത്താൻ പറ്റില്ല എന്നാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഓക്കെ, ഒരു കാര്യം ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. ജർമ്മനിയെ കുറിച്ച് ആൾക്കാർ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും തോട്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ചിലര് ജർമ്മനി ഇങ്ങനെയാണെന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ജർമ്മനി ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പോയിന്റ്സ്? ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് വിചാരിക്കുന്നതാണ്. അതും ലാംഗ്വേജിന്റെ ബേസിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. കുറേ പേര് വിചാരിക്കാറുണ്ട് ഇവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ദേ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വിചാരിക്കാറുണ്ട് ജർമ്മൻസ്. പക്ഷെ അതൊരു ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം. ഇവർ ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ മേ ബി അവർ അങ്ങനെ സംസാരിക്കാനും അവർക്ക് അതിൽ കോൺഫിഡൻറ്റ് അല്ല. അവർ ഇംഗ്ലീഷ് അവർ സംസാരിക്കാനായിട്ട് അവർ കോൺഫിഡൻ്റ് അല്ല. സോ അവർ ദേ വിൽ സ്റ്റിക്ക് ഓൺ ടു ജർമ്മൻ. അപ്പോൾ അത് തന്നെയാണ് അവർ നമ്മുടെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ കുറേ പേര് ഇവിടെ അതിശയിച്ച് ഇങ്ങനെ ചോദിക്കണം കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു അതാണ് തോന്നുന്നുണ്ട് ഏറ്റവും വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നത്. അതായത് ഇതിലിപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മളിവിടെയുള്ള പേര് കേട്ട കമ്പനികൾ ഇപ്പം ബെൻസ്, ബോഷ്, അല്ലെങ്കിൽ പോർഷെ, BMW, ഫോക്സ് വാഗൺ, IT-യിലാണെങ്കിൽ SAP, അങ്ങനെ പല വലിയ കമ്പനികൾ ജർമ്മനിയിലുണ്ട്. നമ്മൾ ജർമ്മനി ഒരു വെൽ ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മളും ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, എല്ലാവരും സംസാരിക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതല്ല, പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർക്ക് അത് ഇംഗ്ലീഷ് അവരുടെ ഡേ ടു ഡേയിൽ യൂസ് ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അതിൻ്റെ ഒരു ഈ ഡിജിറ്റലൈസേഷനോട് താല്പര്യമില്ലാത്ത പോലെയാണ് അവർക്ക് ഈ ഭാഷ. കാരണം ഇവരുടെ നാട്ടിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർക്ക് ജർമ്മൻ ഭാഷയിൽ നടക്കാം. എഴുത്തുകൾ, ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ജർമ്മനിൽ പോകും, ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ജർമ്മനിലുണ്ട്, നമുക്ക് എല്ലാം ജർമ്മനിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് പുറത്തുള്ളവരായിട്ട് സംസാരിക്കേണ്ടി വരാത്തത്. അതുകൊണ്ട് അവരുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ വേണ്ടി വരും. അപ്പം ആ ഒരു എന്തുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ എന്നുള്ളത് നമ്മളെ പോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് എപ്പോഴും ഒരു ചോദ്യമാണ്. കാരണം എല്ലാം ജർമ്മനിൽ തന്നെ വേണോ എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. അതാണ് ഒരു ജർമ്മനി വലുതാണ്, ഡെവലപ്ഡ് ആണ്, പക്ഷെ ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കുന്നില്ല. അതുപോലെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴാണ് പിന്നെ എല്ലാവർക്കും നമ്മളുടെ അപ്പോ ഇതാണ് ശരിക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇതാണ് ശരിക്കും എല്ലാവരും അറിയേണ്ട ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? അത് വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുള്ള ഒരു പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഞാൻ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും എപ്പോൾ സോഷ്യൽ മീഡിയ കയറിയാലും ഒത്തിരി പേര് ഇപ്പോൾ ജർമ്മനി, നേരത്തെ പറഞ്ഞല്ലോ 10 കൊല്ലം മുമ്പ് ഒരു മലയാളി എന്നുള്ളത് ഇപ്പോൾ ഒത്തിരി മലയാളികളാണല്ലോ. അപ്പം എല്ലാവരും റീൽസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും കുറേ ട്രിപ്പ് പോകുന്നു, കുറേ സാലറി ഉണ്ട് പറയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? ബിഹൈൻഡ് ദ സീൻ എന്താണ് ശരിക്കും? അങ്ങനെയൊക്കെ തന്നെയാണോ? യൂറോപ്യൻ ട്രിപ്പുകളൊക്കെ കുറേ യാത്ര ചെയ്യാനും അതുപോലെ ഒത്തിരി സാലറീസും അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണോ? അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വശം ഇങ്ങനെയാണെന്ന് പറയാമോ? ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിയാണ്. കാരണം നമുക്ക് കിട്ടുന്ന വിസ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. ട്രാവലിംഗ് ഈസ് ഫൈൻ. പക്ഷേ ഈ സാലറി എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ പറയുന്ന പോലെ ഒരു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയുമല്ലോ 3 lakh സാലറി എന്നുള്ളൊരു ഓക്കെ, ഈ പറഞ്ഞതിൽ ഒരു കാര്യം, ഇപ്പം ട്രാവല് നമുക്ക് കിട്ടുന്ന വിസ നമ്മളിവിടെ റെസിഡന്റ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ കൺട്രികളിലെല്ലാം ട്രാവൽ ചെയ്യാം. അപ്പം നമുക്ക് അതിലൊരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം യൂറോപ്പിലുള്ളത്. നമുക്ക് അതുകൊണ്ട് ട്രാവൽ എപ്പോഴും നല്ലൊരു ഓപ്ഷനുമാണ്. എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അതുകൂടാതെ അതിന് ഇപ്പം പല പബ്ലിക് ട്രാൻസ്പോർട്ട്, നമുക്ക് കാറ് സ്വന്തം വേണമെന്നില്ല. പല ടൂറിസ്റ്റ് പ്ലേസുകളിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഒരിക്കലും ഒരു വലിയ ബുദ്ധിമുട്ട് വേണ്ടി വരില്ല. നമുക്കൊരു കൂട്ടായിട്ടോ ഒരു ടീമായിട്ടോ ഒറ്റയ്ക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. എല്ലായിടത്തേക്കും ആക്സസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ഇവിടുത്തെ സാലറി. നമ്മളെപ്പോഴും നാട്ടിൽ അല്ലെങ്കിൽ പലരും പറയുന്നത് സാലറി എപ്പോഴും ഇവിടെ യൂറോയിൽ കിട്ടുന്നു, അത് എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട്
നാട്ടില് നേരെ INR പറയുന്നു. ഇത് കിട്ടുന്നത് മാത്രമാണ് ഇവര് INR പറയുന്നത്. ചെലവാകുന്നത് പലരും INR പറയാറില്ല. ഇപ്പൊ നമുക്കിപ്പം ഒരു കോഫി ഒരു ബേക്കറിയിൽ പോയൊരു കുടിക്കണമെങ്കിൽ €4 വേണം. ഇപ്പോഴത്തെ നമ്മളൊരു €100 എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫിക്ക് €4 എന്ന് പറയുമ്പോൾ ₹400. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി അതിനനുസരിച്ച് ചെലവുകളുമുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ അടുത്തത് വരുന്നത് നമ്മളെ പല ടാക്സ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇൻകം ടാക്സ് മാത്രമല്ല, അതിൽ ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് മറ്റേ ഹെൽത്ത് ഇൻഷുറൻസിൽ പോകുന്നു. അപ്പൊ ഈ വക കട്ടിങ്ങുകൾ പലതും ഉണ്ടാവും. അപ്പൊ ഇതും പോകും. കാരണം പല അഡ്വർടൈസ്മെന്റുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയാണ്. ഇപ്പൊ ഇവര് പറയും ₹4,00,000 കിട്ടും, ₹3,00,000 കിട്ടും എന്നുള്ളത്. ഇത് ബിഫോർ ടാക്സ് ആണ് പലതും. ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് അത് അഗെയിൻ നമുക്കൊരു ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഫാമിലി ആയിട്ട് നിൽക്കുമ്പോഴും കുട്ടികളുണ്ടെങ്കിലും അതിനനുസരിച്ചൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ ടാക്സ് ക്ലാസ് മാറും. അപ്പോൾ ഇവിടെ ഒരു ടാക്സ് 1 തൊട്ട് 4 വരെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഡിഡക്ഷൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ പലരും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം നമ്മൾ INR പറയുന്നു, വലിയ എമൗണ്ട് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഗ്രോസ് INR പറയുന്നു. പക്ഷെ ചെലവുകൾ ഒരിക്കലും റുപ്പിയിൽ പറഞ്ഞ് കേൾക്കാറില്ല. ഇത്തരം കാര്യങ്ങൾ ചെലവുകളുണ്ട്, എന്നാൽ ചെലവ് ചുരുക്കിയും ജീവിക്കാം. അപ്പൊ ഈ ചെലവ് പറയുന്നവര് ഇൻകം മാത്രം പറയാതെ ചെലവുള്ളവരും ഈ രീതിയിൽ യൂറോയിൽ അല്ലെങ്കിൽ INR പറയുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവാൻ പറ്റും. ക്ലിയർ ആയി. അതായത് നമുക്ക് ഇത്ര യൂറോ സാലറി ഉണ്ടെങ്കിൽ നമ്മളിവിടെ €4 എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ₹600 ഇന്ത്യയിൽ വരണേ. നമ്മൾ കൂടുതലും ആകർഷിക്കുന്ന സാലറീസിലാണ്. പക്ഷെങ്കിൽ പോലും ആ ചെലവുണ്ട്. പക്ഷെ അവിടുത്തെ സാലറി വെച്ചിട്ട് ചെലവുകൾ ഓക്കെ അല്ല, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരില്ലല്ലോ. ഇല്ല, ഓക്കെ ആണോ? അത് ഇവിടുത്തെ സാലറി കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ജീവിക്കാൻ, അതായത് എങ്ങനെ പറയുമല്ലോ, അതത് നാട്ടിൽ ജീവിക്കാനുള്ള പൈസ നമുക്ക് അതത് നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്ന സാലറി വെച്ച് നമുക്ക് ഇവിടെ ജീവിക്കാം. പക്ഷെ ചിലർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ചില ഹൗസ് ബിൽഡിങ്ങിന് വരുന്ന കുട്ടികളാണെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരിവിടെ വന്നിട്ട് വേണം മേ ബി വീട്ടിൽ കുറേ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ റെഡിയാക്കാൻ. കാരണം അവർ ദേ വിൽ ബി ആ ഒരു രീതിയിൽ എക്സൈറ്റഡ് ആയിരിക്കും, ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh സാലറി കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷേ എന്താ പറയുക, നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ താമസിക്കാനുള്ള ചിലവ് പ്ലസ് നമ്മൾ എന്താ പറയുക വേറെ എക്സ്പെൻസസ്, അത് ഈ ഒരു റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഇത് കയ്യിൽ ഉണ്ടാവണം എന്നില്ല. അപ്പം അതാണ് അതിൽ മെയിൻ പോയിന്റ്. ഓക്കെ, അതിലും നമ്മൾ ജീവിച്ച് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവാന്ന് പറയുന്നത് കുറവായിരിക്കും. കൂടുതലും നമ്മൾ എങ്ങനെയായിരിക്കണം, ഈ പറയുന്ന പതുക്കെ പതുക്കെ ഗ്രാജുവലി ആണ് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് സാറിലേക്ക് എത്തിപ്പെടാൻ പറ്റുക അല്ലെ. വന്ന് പതുക്കെ ഒറ്റയടിക്ക് വന്ന വഴിക്ക് ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരാം. നല്ലത് എനിക്ക് തോന്നുന്നു. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ഉള്ളവർക്കുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. ഇത്ര കിട്ടുന്നു, ഞാൻ ഇത്ര എടുക്കുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ റിയാലിറ്റി ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ്. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും വരേണ്ടത്. വന്ന ഉടനെ തന്നെ അവിടെ ഒന്ന് ജീവിച്ച് റെഡിയായി പതുക്കെ ഞാൻ ഏണിങ്സിലേക്ക് വരിക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കണം ഓരോ ആളും. ജോബിനാണെങ്കിലും എന്തിലാണെങ്കിലും ജർമ്മനിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് അല്ലേ. അതാണ് നിങ്ങൾ വരുന്ന ഒരു പോയിന്റ് എന്ന് എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. അത് ഒരു ലോങ് ടൈമിലേക്ക്, ഷോർട്ട് ടൈമിലല്ല. ഇപ്പം നമ്മൾ ആരെങ്കിലും ജർമ്മനിയിലേക്ക് വരാനോ ഇവിടെ നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക്, ദീർഘകാലത്തിലേക്കായിട്ട് മാത്രം നോക്കുക. ഷോർട്ട് ടൈമിൽ വന്ന് ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 വർഷം കൊണ്ട് വന്ന് മാക്സിമം ഒപ്പിച്ചിട്ട് പോകാം എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഓക്കെ, ലോങ് ടൈം സ്വപ്നങ്ങളുള്ളവർക്കാണ് ജർമ്മനി കുറച്ചും കൂടി അടിപൊളിയാവാന്നുള്ളതാണ് അല്ലേ. ക്ലിയർ. ഒരു കാര്യം ഒരാൾ ചോദിച്ചു, 5 years എനിക്ക് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് ഉണ്ട്, സോ എനിക്ക് 5 years ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ആ ലീവ് കഴിഞ്ഞ് നാട്ടിൽ പോകും, എനിക്കത് ഗെയിനിങ് ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു അത് അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ തന്നെ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ആണെങ്കിലും പൈസ ആണെങ്കിലും. ആൻഡ് ദെൻ ഓൺലി ഫോർ 5 years അത് എടുക്കുമ്പോഴത്തേനും അത് അത്ര സെറ്റ് ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഷോർട്ട് ടൈമിലേക്ക് ഒരു വರ್ತല്ല, ലോങ് ടൈം സ്വപ്നങ്ങളുള്ളവർക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ്, നൈസ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കേട്ടത്. ഇനി ഞാൻ കുറച്ചും കൂടി ഇതിന്റെ മർമ്മഭാഗത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ,
ജർമ്മൻ ഭാഷ ജർമ്മനിയിലെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജർമ്മനിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണേ, അതൊന്ന് പറയാമോ? ജർമ്മൻ ഭാഷ ജർമ്മനിയിൽ നമ്മൾ വന്ന് ഇവിടെ ജോലി ചെയ്യാനും ഇവിടെ ജീവിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇത് 100% ഭാഷ വേണം. അതിലൊരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ. കാരണം കാരണം അതില്ലാതെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ജോലി മാത്രമല്ല പലപ്പോഴും ഉണ്ടാവുന്നത്. അതാണ് മെയിൻ പലർക്കും പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്കും പറ്റിയിരുന്ന തുടക്കകാലത്ത് എനിക്ക് ഉണ്ടായിരുന്ന ലാംഗ്വേജ് വെച്ച് നമുക്ക് ജോലി സ്ഥലത്ത് നമ്മളെ ജോലി കിട്ടും. കാരണം ഡെയിലി ചെയ്യുന്നു, ഡെയിലി കാണുന്ന ആൾക്കാർ അതങ്ങ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുറത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും ജോലി മാത്രമല്ലല്ലോ സംസാരിക്കും. പലരും ഇത് സിഗരറ്റ് വലിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ സംസാരിക്കുന്ന പോലെ നമ്മൾ അന്നേരം സംസാരിക്കുന്ന പല കാര്യങ്ങളിൽ ഇപ്പം എന്താ പറയുക, ജോലി മാത്രമല്ലല്ലോ നമ്മൾ സംസാരിക്കുക. അപ്പം അത്തരം കാര്യങ്ങളിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഭാഷ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക. കാരണം നമുക്കിപ്പം സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത ഒരാളടുത്ത് നമ്മൾ ഒരു ദിവസം ഓക്കെ, 2 ദിവസം ഓക്കെ, പക്ഷെ കുറെ നാളത്തേക്ക് നമുക്കത് ഒരിക്കലും ആ കൂട്ടത്തിൽ മിങ്കിളാവാൻ പറ്റില്ല. അപ്പൊ അല്ലെങ്കിൽ ഇതില് അടുത്തത് നമുക്ക് വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കണം. അന്നേരം അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞാൻ എൻ്റെ ഓഫീസിൽ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഇപ്പം നമുക്ക് ജർമ്മൻ അറിയുന്നുണ്ട് എങ്കിലും പക്ഷെ പറയാൻ കിട്ടുന്ന ബുദ്ധിമുട്ട് പോലെ അവർക്ക് പലർക്കും ആ ബുദ്ധിമുട്ട് അതുപോലെ ഉണ്ട്. അപ്പൊ അവര് നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി അവർ സ്ട്രെസ് എടുക്കുമ്പോൾ അവർക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിലൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. അപ്പൊ നമുക്കും അതുകൊണ്ട് ഒരു സോഷ്യൽ ലൈഫിന് ഭാഷ 100% ആവശ്യമാണ്. അതായത് ഒരു സൊസൈറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിലാണ് കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. ജോലിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ പോവാം, എന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ ഭാഷയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സൊസൈറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും വേണം. പറയും ജോലിയിൽ നമ്മൾ എപ്പോഴും ഡെയിലി ആദ്യം തുടക്കത്തിൽ ഒരു ട്രബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ റൊട്ടീൻ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഉള്ള ഭാഷ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആയി വരും. അതിന് പിന്നെ വലിയ പുരോഗമനം വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ വേറൊരു ആൾക്കാരെ ഈ പറഞ്ഞ പോലെ സോഷ്യലിയൊക്കെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ആയി എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അപ്പോൾ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അപ്പോഴും നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇന്ന പ്രൊഫഷന് നമുക്ക് ലാംഗ്വേജ് B1 മതിയോ B2 മതിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് വേണോ എന്ന് ചോദിക്കാറുണ്ട് ഓരോരോ ജോലി എടുത്തിട്ട്. അപ്പോൾ അവരോടാണെങ്കിലും പറയാറുണ്ട്, നിങ്ങളുടെ ജോലിക്ക് ചിലപ്പോൾ ഇത് ആവശ്യമില്ല എന്ന് വന്നാലും നിങ്ങൾക്ക് അതർ സൈഡ് നിങ്ങൾക്ക് അത് എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് കടയിൽ പോകാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അപ്പോൾ അത് കാരണം ലാംഗ്വേജ് ഈസ് എ മസ്റ്റ്. അതിലെന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അതായത് ജീവിക്കാൻ വേണ്ടി എത്ര ഓക്സിജൻ എടുക്കുന്നോ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ജർമ്മനിയിൽ ജർമ്മൻ ഭാഷ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാല്ലേ? ഓക്കെ, ഗ്രേറ്റ്, അത് കലക്കി. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് ചോദിക്കാം. അതായത് നമ്മൾ A1 A2 ഒക്കെ പഠിക്കാൻ തുടങ്ങിയല്ലോ, എബിനാണെങ്കിലും ബെൻസി ആണെങ്കിലും പഠിച്ചു തുടങ്ങിയ സമയം ഉണ്ടാവും. അപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, ആ സമയത്ത് എപ്പോഴെങ്കിലും പഠിച്ച ബുദ്ധിമുട്ടായതൊന്ന് ഗീവ് അപ്പ് ചെയ്താലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഒക്കെ നിങ്ങളുടെ രണ്ടുപേരും ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാവോ? അങ്ങനെ തോന്നിയിട്ടില്ല. കുറച്ച് റാദർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ ഒരു രീതി വേറെ ആയിരുന്നു. പിന്നെ മേ ബി ലാംഗ്വേജിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. B2 വരെ ആണെങ്കിലും എനിക്കൊരു 7 to 8 months കോഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ബുദ്ധിമുട്ടെന്നുള്ളൊരു ഫേസ് ഉണ്ടായിട്ടില്ല. B1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്രാമർ കുറച്ചും കൂടി എന്താ പറയുക ഡീപ്പായിട്ട് പോയി തുടങ്ങിയ സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് എനിക്കുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ഞാനിതൊരു ജർമ്മനി ഒരു സ്വപ്നം കണ്ട് പഠിച്ച ഭാഷയൊന്നുമല്ല. കാരണം ഇപ്പം ഞങ്ങളൊരു റിലേഷനിലായിരുന്നു നോക്കുന്നു, ഇവള് ഇവിടെ വരുന്നു, അത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഫർദറായിട്ട് ഒരു ജീവിക്കാൻ ഞാനും ജർമ്മനിയിലേക്ക് വരാം. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ജോലിക്ക് വേണമെങ്കിൽ അപ്പോഴും അറിയായിരുന്നു. കാരണം എൻ്റെ ഫീൽഡിൽ എപ്പോഴും ലോക്കൽ ലാംഗ്വേജ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ഇപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് ഇപ്പോൾ ചെന്നൈയിലായിരുന്നെങ്കിൽ ഇമെയിലും കാര്യങ്ങളും ഇംഗ്ലീഷിൽ പോകുമെങ്കിൽ പല കാര്യങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ തമിഴിൽ സംസാരിക്കണമായിരുന്നു. ബാംഗ്ലൂർ വർക്ക് ചെയ്തപ്പോൾ കസ്റ്റമേഴ്സായിട്ട് ബാക്കിയുള്ള ഒരു സൈഡ് എപ്പോഴും ലോക്കൽ ലാംഗ്വേജ് എൻ്റെ ജോലിയുടെ ഭാഗമാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ ജോലിയിലൊപ്പം തന്നെയായിരുന്നു A1 A2 ഇത് ചെയ്തത്. A1 A2 വലിയ ബുദ്ധിമുട്ടില്ല. അത് കോഴ്സ് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് അത് ബേസ് ചെയ്ത് പാസ്സായി. അതിനുശേഷം B1 വന്നു. B1 വന്നപ്പോഴാണ് അത് കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ ഡീപ്പിലേക്ക് പോകുന്നത്. അത് ജോലിയിലൊപ്പം ചെയ്തു, പാസ്സായില്ല. അത് മാന്യമായിട്ട് തന്നെ തോറ്റു. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ നോക്കുമ്പം നമ്മളിങ്ങനെ കണ്ടു, ഓക്കെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വരാനാണ് A1 മതി, പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരിച്ച് ഞാനത് കോഴ്സ് ബ്രേക്ക് ചെയ്തു. പിന്നെ ജോലി കണ്ടിന്യൂ ചെയ്തു, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒന്ന് അവസാനം നമ്മളൊരു മൊമെന്റ് വന്നു, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ A1 കൊണ്ട് മാത്രം ജോലി കിട്ടാൻ കുഴപ്പമില്ല എന്ന് വന്ന സമയത്ത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അന്ന് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഫുള്ളി കോഴ്സ് അറ്റൻഡ് ചെയ്തു. B1 എനിക്ക് ഞാൻ ചെയ്തത് ബാംഗ്ലൂർ ഗോവയിലാണ് ചെയ്തത്. അന്ന് ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നമ്മൾ ഏകദേശം ഫിക്സ് ആയി ജർമ്മനിയിലേക്ക് പോകാനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് വെച്ചാൽ നേരെ കോഴ്സ് ചെയ്തു, ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തു, നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചു, അത് പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അന്നത്തോടു കൂടി ക്ലിയർ ആയി. കാരണം എൻ്റെ മുമ്പിൽ 2 എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് കാഷ്വലായി പഠിച്ചപ്പം പാസ്സായിട്ടുമില്ല, ഒന്ന് അത്യാവശ്യം പഠിച്ച് ജയിക്കണം എന്ന രീതിയിൽ വിചാരിച്ചൊന്ന് എഫേർട്ട് എടുത്തിട്ട് പഠിച്ചപ്പോൾ അത് പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ശേഷം ഞാൻ ആരോടും പറയുന്നതാണ്, എല്ലാവരും പറയും ജർമ്മൻ പാടാണ്, പഠിക്കാൻ പാടാണ്, അല്ലെങ്കിൽ എക്സാം ഫെയിൽ ആവുന്നു, പാസ്സാവും, ഇതിൽ ജയിക്കുന്നില്ല, ചെറിയ മാർക്കുള്ളൂ. ഒന്ന്, ഇതൊരു ഭാഷയാണ്, നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം കേൾക്കുക, വായിക്കുക തുടങ്ങിയത് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ ഒരാൾക്കും പറയാൻ പറ്റില്ല, നമ്മൾ ഭാഷ പഠിക്കാൻ എഫേർട്ട് എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ എഫേർട്ട് എടുത്തപ്പോൾ എനിക്കത് സക്സീഡായി. എഫേർട്ട് എടുക്കാതിരുന്നപ്പോൾ ഞാൻ വിജയിച്ചില്ല. അപ്പം ഞാനെപ്പോഴും എന്നോട് ഭാഷയെ പറ്റി സംസാരിക്കുന്നിടത്ത് മുഴുവൻ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും റിസൾട്ട്. നിങ്ങൾ നല്ല എഫേർട്ട് എടുത്താൽ നന്നായിട്ട് നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് എഫേർട്ട് ഇടണം ഫുൾ 100%. അതിൽ ഈ എഫേർട്ട് ഇടുന്നതിന് ഒരു രീതിയുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ ഹിയറിങ് ചെയ്യണം എന്നുള്ള ഇത് പറഞ്ഞല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അതിലെനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുള്ളത്. കാരണം ചിലർ എഫേർട്ട് ഇടാന്ന് പറയുമ്പോൾ അവർ ഫുൾ ടൈം ബുക്ക് നോക്കി, അല്ലെങ്കിൽ കുറേ പേര് പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ എക്സാം എഴുതിയവരുടെ ഇത് നോക്കി പഠിക്കുന്നു. അങ്ങനെ പല രീതികൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നവരാണ് കൂടുതലും. എഫേർട്ട് ഇടാന്ന് പറയുമ്പോൾ കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതല്ലാണ്ട് ഒരു എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണം, എനിക്കിതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നല്ല. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു ഇത്രയും നാൾ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കാം. ആൻഡ് ദെൻ നമ്മൾ ജർമ്മനിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ ആൽഫബറ്റ്സ് ഒക്കെ വരുന്നത് സെയിം ആണ്, പക്ഷേ പ്രൊനൗൺസിയേഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഞാൻ പറയും എപ്പോഴും നമ്മളൊരു ലാംഗ്വേജ് എത്രമാത്രം കേൾക്കുന്നു നമുക്കത് കുറച്ച് രജിസ്റ്റർ ആവും തലയിൽ. സോ ആ ഹിയറിങ് എന്നുള്ളൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു നോക്കാൻ നമുക്കിപ്പോൾ ചിലപ്പം നാട്ടിലിപ്പം അതിന് പോസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരുടെ അടുത്ത് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ സ്പീക്കിംഗ് എപ്പോഴും ട്രെയിൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും എഫക്റ്റീവ് ആവുന്നത് എപ്പോഴും ലിസണിങ് അല്ലെങ്കിൽ ഹിയറിംഗ് എന്നുള്ളൊരു സാധനമാണ്. അപ്പം നമ്മളിപ്പം തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ബാംഗ്ലൂരും നമ്മളെല്ലാവരും മലയാളീസ് എല്ലായിടത്തും ജോലിക്ക് പോകുന്നവരാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ക്യാച്ച് ചെയ്യും. അത് നമ്മൾ ബുക്ക് നോക്കി പഠിച്ചിട്ടൊന്നുമല്ലല്ലോ, നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ചിട്ടും ആ ഒരു ഇതിലാണ്. അപ്പോൾ ആ ഒരു ഇത് തന്നെ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ലാംഗ്വേജ് പഠിക്കാനായിട്ട്. പലപ്പോഴും ഓക്കെ, ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് നേരത്തെ ചോദ്യം പോലെ ഇത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എപ്പോഴും നമുക്കിതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മളത് ആ ബുദ്ധിമുട്ട് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്കൊരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ബുദ്ധിമുട്ടാണ്, ഒരിക്കലും എളുപ്പം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത് അത് ഏത് ഭാഷയായിക്കോട്ടെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യം ഇങ്ങനെയാണ്, സിമ്പിൾ ആയിട്ടൊരു ഉത്തരം ഞാൻ എക്സ്പെക്ട് ചെയ്യണുള്ളൂ. A1 A2 B1 B2 ലെവലുകളൊക്കെ പഠിച്ചല്ലോ. അപ്പൊ പഠിച്ചപ്പോൾ ഏത് ലെവലിൽ എത്തിയപ്പോഴാണ് എനിക്കൊന്ന് കോൺഫിഡന്റ് ആയിട്ട് ഒന്ന് ജർമ്മനൊക്കെ പറഞ്ഞു നിൽക്കാൻ പറ്റും എന്ന് തോന്നിയ ഒരു സ്റ്റേജ് എവിടെയായിരുന്നു? വൈ? രണ്ടുപേരൊന്നും പറയാമോ? എനിക്ക് തോന്നുന്നു B1 ഒക്കെ ആകുമ്പോഴാണ്. പക്ഷെ അങ്ങനെയും പറയാൻ പറ്റില്ല. എന്നാലും B1 ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. B1 ഒക്കെ ആകുമ്പോൾ അല്ല, നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞാൽ മതി.
B1 ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിരിക്കും പറയാനായിട്ട്. കുറച്ചുകൂടി സെൻറ്റൻസ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമുക്ക് അത് ഓർത്ത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. A1 A2 പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും B1 ആണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് പോവാം എന്ന് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആരുടെയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗോയത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ജർമ്മൻസ് അപ്പോഴും ഇപ്പോഴൊക്കെ വരാറുണ്ട്. ആൻഡ് ദെൻ ടീച്ചേഴ്സ് മേ ബി ജർമ്മൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊന്ന് എന്തെങ്കിലും ചോദിച്ചാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുഴപ്പമില്ലാണ്ട് നിൽക്കാൻ തോന്നിയിട്ടുള്ളത് B1 ആയപ്പോഴാണ്. ഓക്കെ, B1 ലെവലിലെത്തിയപ്പോഴാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എങ്ങനെയായിരുന്നു, ഏത് ലെവലിലാണ് കോൺഫിഡൻസ് വന്നത്? സെയിം ആണ്? ഞാൻ ഇപ്പൊ ലെവലിൽ ചോദിച്ചാൽ B1 മാത്രം, ഞാൻ B1 ആണ് പാസ്സായിട്ടുള്ളത്. അത് ഇപ്പൊ 2000 ഇവിടെ വരുന്ന സമയത്ത് പാസ്സായതാണ്. പക്ഷെ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ വന്ന് ഇവരായിട്ട് അല്ലെങ്കിൽ ഒരു ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരാളോട് സംസാരിക്കാൻ തുടങ്ങി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളപ്പോഴാണ് ഒരു ഇത് കോൺഫിഡൻസ് വന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ നാട്ടിലായിരുന്നപ്പോഴും ഇപ്പോൾ എക്സാം പാസ്സാവുന്ന അല്ലെങ്കിൽ അതൊക്കെ ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ചിലപ്പോൾ നമ്മൾ കൺട്രോൾഡ് എൻവിറോൺമെന്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ചിലപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ചിലപ്പോൾ അത് ഓക്കെ ആയിരുന്നു. ഇപ്പം ഒരേ പാറ്റേണിൽ ഇപ്പം നമുക്ക് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് പ്രിപ്പയർ ചെയ്യുമ്പം ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പലതും കേൾക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകാൻ തുടങ്ങി. ഇപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റിലുള്ള ആൾക്കും മനസ്സിലാവാൻ തുടങ്ങി എന്ന് കാണുമ്പോഴാണ് നമുക്കൊരു ഫുൾ കോൺഫിഡൻസ് ആവുന്നത്. ബാക്കിയെല്ലാം നമുക്കൊരു എപ്പോഴും ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിലായിരുന്നു ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പോൾ ജർമ്മൻ വീക്ക് സ്കില്ലായിട്ട് ഒരാൾ ജർമ്മനി വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും മാറി പറയാം. ഓക്കെ, അപ്പം എനിക്ക് എന്ത് തോന്നുന്നു, ജർമ്മൻ വീക്ക് സ്കില്ലായിട്ട് ഒരാൾ ജർമ്മനി വന്നാൽ അയാൾ ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലം പെട്ടെന്ന് പറയാമോ? ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റഗ്രേഷൻ, ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ജോലിയിൽ രണ്ടാമത്തെ പ്രോബ്ലം ജോലിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം. എനിക്ക് എൻ്റെ ഫീൽഡിലാണ് കുറച്ചുകൂടി പറയാൻ അറിയാം. അതായത് ഒരു നഴ്സിംഗ് ആസ് എ നഴ്സ് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും എമർജൻസിയോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാനോ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ക്ലിക്ക് ആയില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അതോടുകൂടി നമുക്കൊരു മാർക്ക് കിട്ടുമെന്നും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വർക്ക് സൈഡും സോഷ്യൽ ഇൻറ്ററാക്ഷൻ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. എബിക്ക് എന്താണ് തോന്നുന്നത്? തന്നെയാണ് എന്താ പറഞ്ഞാൽ സോഷ്യൽ ഇന്റഗ്രേഷനും വർക്കിലുള്ള ഇന്റഗ്രേഷനും. ഇത് ഭാഷ കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, ഇപ്പൊ ജോലി സ്ഥലത്ത് ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ അവർ വില്ലിങ് ആണ്, പക്ഷെ അവർ പറയുന്നത് നമുക്കും മനസ്സിലാവുന്നില്ല, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ലാത്ത സ്ഥിതികളിൽ വരും. അപ്പം അന്നേരം നമ്മൾ കോമൺ ലാംഗ്വേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പലരും പിന്നെ അത് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്താൽ അപ്പോൾ അവനും മനസ്സിലാവില്ല എന്ന് തോന്നുമ്പോൾ അവർ അതിന് പിന്നെ അഡീഷണൽ എഫേർട്ട് എടുക്കില്ല. അപ്പോൾ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും, നമ്മളെ പ്രൊഡക്ടിവിറ്റി. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം, പക്ഷെ അതൊന്നും ഒരു പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭാഷയില്ലാത്തതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാവുന്നു. അതുപോലെ പുറത്ത് സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു, ഒരു ഓഫീസിലുള്ളവരായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ളവരായിട്ട് ഒരു കഫേയിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു പബ്ബിൽ, അല്ലെങ്കിൽ ഒരു ബിയർ ഗാർട്ടനിൽ അവിടെ എവിടെയെങ്കിലും പോകുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുന്നു, പക്ഷെ നമുക്ക് എന്താണ് അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല, നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഐസൊലേറ്റഡ് ആവും. അതൊരു ബുദ്ധിമുട്ടാണ്. അത് ആ ഒരു രീതിയിൽ. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞത് ഫർദർ ഡെവലപ്പ് ആവും. നമുക്ക് ഓക്കെ ഇവിടെ നമുക്ക് സെറ്റ് ആവുന്നില്ല, പിന്നെ അതിന്റെ കൂടെ സറൗണ്ടിങ് കൂടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഇനിയൊരു എമർജൻസി കാര്യം കൂടി പറയാനുള്ളത്, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നാൽ അതും ബുദ്ധിമുട്ടാണ് കേട്ടോ. അതും വളരെ ഞാൻ കുറേ പേര് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ എടുത്തു പറയണേ. ഇപ്പം IT ഫീൽഡിലുള്ളവരും ജർമ്മൻ ലാംഗ്വേജ് വർക്ക് റിലേറ്റഡ് ആയിട്ട് ജർമ്മൻ ആവശ്യമില്ലാത്ത ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, ജീവിക്കുന്നുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ല, മനസ്സിലായോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സിറ്റുവേഷനും കൂടി പറയാനുള്ളത്, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് അവരുടെ ഒരു സ്കൂളിംഗ്, കിൻഡർ ഗാർട്ടൻ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ അതും ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറേ മദേഴ്സും ഫാദേഴ്സും ഉണ്ട്, അവർ കിൻഡർ ഗാർട്ടനിലേക്ക് സംസാരിക്കാൻ. അവിടെയൊന്നും ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല. സോ അവിടെയും
നമ്മളിപ്പോൾ ഒന്നും ആവശ്യമില്ല എന്ന് വന്നാലും ഗ്രാജുവലി നമ്മുടെ ലൈഫ് സ്റ്റേജസ് മാറുമ്പം എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെ, നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ്, ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ജർമ്മൻ എന്നെ ഒത്തിരി സഹായിച്ചു എന്ന് തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ബെൻസിയുടെ ഭാഗത്തുനിന്ന്, ഒരു ഇൻസിഡന്റ് എബിയുടെ ഭാഗത്തുനിന്ന് പറയാമോ? ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ? ഓഫ് കോഴ്സ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഇൻസിഡൻറ്റ്, ഞാൻ വന്ന സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ ജർമ്മൻ, ഞാൻ B1 B2 വരെ പഠിച്ചിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും നമ്മൾ ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നേറ്റീവ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ കോൺഫിഡൻസ് എല്ലാം മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹെൽപ്പ് മീ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് ലോസ്റ്റ് ആയിരുന്നു. ഒരു സ്റ്റേഷനിൽ എത്തിയിട്ട് എനിക്ക് പിന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഫോണിൽ ഈ പറഞ്ഞ പോലെ നെറ്റൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഉള്ള ഇത് അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് 2-3 ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നെക്സ്റ്റ് ട്രെയിൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വീട്ടിലെത്താൻ പറ്റിയിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സ്റ്റേജിൽ വളരെയധികം ഇതായിട്ടുള്ള സിറ്റി. കാരണം എനിക്ക് അറിയുന്ന ഒരു മനുഷ്യർ ഇവിടെ ഇല്ല. അപ്പം ഓൺലി ബിക്കോസ് ഓഫ് ലാംഗ്വേജ് ആണ് എനിക്കന്ന് വീട്ടിലെത്താൻ പറ്റിയത്. ഇപ്പം മേ ബി ആ സിറ്റുവേഷൻ അത്ര റിലേറ്റഡ് ആയിരിക്കില്ലായിരിക്കും, പല വഴികളുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ലാംഗ്വേജ് ഉള്ളതുകൊണ്ടാണ് വീട്ടിലെത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ ഏറ്റവും കൂടുതൽ റിയൽ ലൈഫിൽ ഹെൽപ്ഫുൾ ആയത്, ഒന്ന് എൻ്റെ ജോലി കിട്ടാൻ എന്നെ സഹായിച്ചത്. അന്ന് ഇൻ്റർവ്യൂവിൽ അറിയാവുന്ന ജർമ്മൻ വെച്ചിട്ട്, അപ്പം നമ്മൾ അന്ന് വന്ന സ്റ്റാർട്ടിങ് ആയിരുന്നു, അറിയാവുന്ന ജർമ്മൻ വെച്ച് സംസാരിച്ചപ്പം അന്ന് അതിനുശേഷം നമ്മളെ ജോലി കിട്ടി, ഓക്കെ ആയി. അപ്പം അന്ന് ആ മാനേജർ പറഞ്ഞത് ഇത്രയായിരുന്നു, നീ അന്ന് എഫേർട്ട് എടുക്കുന്നു, സംസാരിക്കാൻ എഫേർട്ട് എടുക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ എടുത്തത്. അതല്ലാതെ വേറൊരു റീസണും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക് നോക്കിയപ്പം ഒരാൾ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നു, അതിനും ഇപ്പം അറിയില്ലാത്ത നാട്ടിൽ വന്നു, ഫീൽഡിൽ വന്നു, പലതും ചെയ്തു, പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഷ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട്, ആ ഒരു പോയിന്റാണ് അവിടെ ക്ലിക്കായത്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിനെ കുറിച്ചുള്ള ഒരു അനുഭവങ്ങൾ. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ ഒരു മറുപടി എക്സ്പെക്ട് ചെയ്യാണ്. ജർമ്മനിയിൽ ഈ മണി എന്ന് പറയുന്നത് ശരിക്കും ഒരു റിവാർഡായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം പണം നമ്മൾ എന്താണ് റിവാർഡായിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് വർക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റീസൺ ഇവിടെയുള്ള എക്കണോമി, അതിൽ നിന്നുള്ള മണി ബെനിഫിറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബെൻസി ഈ ഒരു ഫീൽഡിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിരുന്നല്ലോ. ഓക്കെ, അപ്പം ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവിടുത്തെ ഒരു എക്സ്പെക്റ്റഡ് സാലറി എങ്ങനെയൊക്കെ ആയിരിക്കും? പല സ്റ്റേറ്റിൽ ഡിഫറൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാമോ? സാലറിക്ക് ആസ് എ നേഴ്സ് നമുക്ക് 2 ഇതാണ് വരുന്നത്. ഒന്ന്, നമ്മൾ റെക്കഗ്നേഷൻ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സാലറി വരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് 6 ആയി കഴിയുമ്പോൾ ഉള്ളൊരു ഇത്. അതാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ എപ്പോഴും കമ്പാരിറ്റീവ്ലി പറയാനുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് ബാഡൻ വിറ്റംബർഗ് സ്റ്റുട്ട്ഗാർട്ട് എന്നുള്ള ഒരു സിറ്റിയിലാണ് ഉള്ളത്. അപ്പം സാലറി എന്നാലും എപ്പോഴും ഓരോ സ്കെയിൽ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ എല്ലാ ഓൾഡ് ഏജ് ഹോംസിലും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു 3200 അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും ബേസിക് വരുന്നത്. ആൻഡ് ബിഫോർ റെക്കഗ്നേഷൻ ആണെങ്കിൽ ഒരു 2700 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിഫർ ചെയ്തിരിക്കും. ഫാമിലി ഇപ്പോൾ കുട്ടികളുണ്ടോ അല്ലെങ്കിൽ മാരീഡ് ആണോ അങ്ങനെയുള്ള പല ഇതുണ്ടാവും, ടാക്സ് ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ബേസിക്കലി ഈ ഒരു സ്കെയിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എല്ലായിടത്തും ഒരുവിധം ഈ സ്കെയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ഇത്ര സാലറി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വേറെ സാലറി, അത്രയും വലിയ ഡിഫറൻസ് പറയാനൊരിക്കലും ഉണ്ടായിരിക്കില്ല. മിക്കവാറും ഇവിടെ നേഴ്സസിന് മാത്രമല്ല എല്ലാ പ്രൊഫഷണൽസിനാണെങ്കിലും ഒരു എന്താ പറയുക, സജസ്റ്റഡ് ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും. ആ ഒരു താരിഫ് പ്രകാരം തന്നെയായിരിക്കും എല്ലാവർക്കും സാലറി വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ സാലറിയുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ക്ലിയർ ആയി. അപ്പോൾ ശരിക്കും ഒരു ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്, റെന്റ് ഉണ്ട്, ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ജീവിത ചെലവുകൾ അല്ലാണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മണി സേവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? അത് തീർച്ചയായും പറ്റും. പറ്റില്ല എന്നുള്ളതല്ല, നമ്മൾ അത് എഗെയിൻ
പ്യൂർലി ഡിപ്പെൻഡഡ് അപ്പോൺ ഇൻഡിവിജ്വൽ. ഇപ്പം നമ്മൾ ഒരു ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഷെയർഡ് അക്കോമഡേഷനിലായിരിക്കും. അപ്പം പൈസ കുറവാണ്, റെന്റ് കുറവാണ്. ഫാമിലി ആയിട്ട് നിൽക്കുമ്പം നമ്മൾ വീട് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് റെന്റ് ചെയ്യുന്നു, അന്നേരം പൈസ കൂടും. പക്ഷെ അതിനനുസരിച്ച് ചിലപ്പോൾ രണ്ടുപേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഒരു ആവറേജിൽ പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതിന്റെ ഒരു 75% നമ്മൾ ഇവിടുത്തെ ചെലവുകൾക്ക് പോവുകയാണെങ്കിൽ ബാക്കി ഒരു 25% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ ആ 25% വെച്ചിട്ട് നമുക്ക് സേവിങ്സോ എങ്ങനെ വെച്ചാൽ ഒരു കൺട്രോളിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ, രണ്ടുപേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ ശമ്പളം കൊണ്ട് നമുക്ക് ഫാമിലി എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. രണ്ടാമത്തെ ആള് അത് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരിക്കലും ഇപ്പം നമ്മളെ കേസായിരിക്കില്ല, വേറൊരാൾക്ക് നമുക്ക് ഒരിക്കലും അതൊരു ഫിക്സഡ് എന്നൊരു രീതിയിൽ പറയാൻ പറ്റില്ല. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരു എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം ഏറ്റവും കൂടുതൽ അവർ പേടിക്കുന്നത് ജർമ്മനിയിലെ ടാക്സിനെ കുറിച്ചാണ്. ഇപ്പൊ നിങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. നിങ്ങളുടെ ലൈഫിലെ ടാക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? പിന്നെ ഈ ടാക്സ് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ആ ഒരു ജർമ്മനി നിൽക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് പറയാമോ? ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ഷോർട്ട് ടൈം ബെനിഫിറ്റുകളല്ല. പലതിലും നമുക്ക് ടാക്സ് നമ്മൾ പല കോൺട്രിബ്യൂഷൻസിൽ ഗവൺമെന്റിലേക്കായിട്ട് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് കിട്ടുന്നത് ലോങ് ടൈമിലേക്കാണ്. ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഇതായിട്ടുള്ളത് നമ്മൾ ബൈ ഡീഫാൾട്ട് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ഇൻഷുറൻസിൽ കട്ടാവുന്നുണ്ട്. ഇപ്പം നമുക്കൊരു ഹോസ്പിറ്റൽ കേസിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കയ്യിൽ നിന്നൊന്നും പേ ചെയ്യേണ്ടി വരുന്നില്ല. അതുപോലെ അതിന് വേറെ കോംപ്ലിക്കേഷൻസും ഇല്ല. നമ്മൾ അവിടുത്തെ ബില്ല് എടുത്ത് നമ്മൾ വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഹോസ്പിറ്റലുകാർ നമ്മളെ ഇൻഷുറൻസ് കമ്പനിക്ക് അവർ തന്നെ ഫോർവേഡ് ചെയ്യുന്നു, അതിൻ്റെ തന്നെ പ്രോസസ്സ് നടക്കുന്നു. നമ്മളെ കയ്യിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്കൊരു നമ്മളെ പലരെയും ഒരു ബേർഡൻ ആണ് തിങ്കിങ് ആണ് മെഡിക്കൽ എക്സ്പെൻസസ്. അത് നമ്മൾ വർക്ക് ചെയ്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പേടി സ്വപ്നമല്ല. ചെലവുകൾ വരാൻ പലതും ഉണ്ടാകും, പക്ഷെ നമുക്കത് അങ്ങനെ ഒരു എമർജൻസി വന്നാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഓൺ എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് പ്രസവ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളോ അതിനൊന്നും നമ്മളെ കയ്യിൽ നിന്ന് എടുക്കേണ്ട വന്നിട്ടില്ല. അതെല്ലാം ആ ഇൻഷുറൻസിൽ കവേർഡായിപ്പോയി. പിന്നെ രണ്ടാമത്തത് വരുന്നത് ഇവിടെയുള്ള സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റായിട്ട് ലോങ് ടൈമിലേക്ക് ഇപ്പോൾ കിൻഡർ ഗാർട്ടൻ ഇതിൽ നമുക്ക് ഫീസ്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഫീസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ കൊടുക്കണം. പക്ഷെ വേറെ ചില ഏരിയകളിൽ വേറെ ചില സിറ്റികളിൽ ഫീസ് ഇല്ല. അപ്പം നമുക്കത് ബെനിഫിറ്റ് ആണ്. കാരണം അതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. ഇപ്പം സ്കൂള് തൊട്ട് ഇവിടെയുള്ള കോമൺ പറയുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി, അതായത് സ്കൂള് തൊട്ട് യൂണിവേഴ്സിറ്റി വരെ പബ്ലിക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പം നമുക്ക് അവിടെ പൈസ വരുന്നില്ല. അപ്പോൾ ഇവിടെ പബ്ലിക് എഡ്യൂക്കേഷൻ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ ഇവിടെ പ്രൈവറ്റ് കോമൺ അല്ല. പക്ഷെ നമുക്ക് നാട്ടിലെ പോലെ പ്രൈവറ്റ് സ്കൂള് പബ്ലിക് സ്കൂൾ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഇല്ല. സ്കൂളിംഗ് എല്ലാം ഒരു 80% പബ്ലിക് സ്കൂളാണ്. പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അന്നേരം അത് വേറെ ലെവലിലേക്കുള്ള. പക്ഷെ ഒരു 80% ആൾക്കാരും പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അതിനൊന്നും നമ്മൾ അതിന് അഡീഷണൽ പൈസ വരുന്നില്ല. അപ്പം അങ്ങനത്തെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റുകളും നമുക്കുണ്ട്. അപ്പം പിന്നെ നമ്മൾ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇത്ര കട്ടാകുന്നു, പക്ഷെ അതിന് ഇൻഡയറക്റ്റ് ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. ടാക്സ് റിട്ടേൺ പരിപാടിയാണെങ്കിലും മാരീഡ് ആയിട്ട് ഒരു കപ്പിളാണെങ്കിൽ അതിൻ്റെയും ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ടാക്സ് റിട്ടേണിന്റെ സമയത്ത് നമുക്കൊരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പം അത് എത്രയാണെന്നൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെയും എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ വേറൊരു ഡിഡക്ഷൻ എപ്പോഴും വരുന്നതാണ് ജോബ്ലെസ് ആയിരിക്കുന്ന സമയത്തുള്ളതുണ്ട്. ഇതില് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇപ്പം ടാക്സ് എന്നുള്ളതിൽ ഒരു കാര്യം കൂടെ, അൺഎംപ്ലോയ്മെന്റ് ഇപ്പം നമുക്ക് അതിനുള്ള ഒരു സെക്യൂരിറ്റിയും കൂടെ നമ്മളായിട്ട് തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടെ കൺസിഡർ ചെയ്യണം. നമുക്ക് ഒരു ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർട്ടൻ പീരീഡിലേക്ക് നമ്മൾ ആ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള എമൗണ്ടും കിട്ടും. അപ്പം ഇതിനൊക്കെ ആയിട്ടാണ് നമ്മളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക്
ഇപ്പൊ ടാക്സ് ആയിട്ട് പോയില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മളത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒരു ചോദ്യം ആഡ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ന്യൂ കമ്മേഴ്സിനെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് എന്താണ്? അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചെയ്തു പോകുന്ന ഒരു തെറ്റെന്താണ് ഫൈനാൻഷ്യലി? എനിക്ക് തോന്നുന്നു ഒരു സേവിങ്സ് അക്കൗണ്ട് തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് എനിക്കറിയുന്നവരോട് ഞാൻ പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ എല്ലാവരും ചിന്തിക്കും ഇനീഷ്യലി നമുക്ക് ഇത്രയ്ക്കുള്ള സാലറി അല്ലേ കിട്ടുന്നുള്ളൂ, അപ്പം ഒരു സേവിങ്സ് അക്കൗണ്ട് ചെയ്യാനുള്ളൊരു ഇത് സാഹചര്യം എനിക്കില്ല എന്ന് തോന്നുന്നവരായിരിക്കും എല്ലാവരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പാരലലി ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാത്തതാണ് ഒരു മിസ്റ്റേക്ക്. ചെയ്യുക എന്നുള്ളതാണ് ഒരു സജഷൻ. അതിനോടൊപ്പം ചിലപ്പം പലർക്കും കണ്ടിട്ടുള്ളത്, നമ്മൾ ഇവിടെ വരുമ്പോൾ പുതിയ ഗാഡ്ജറ്റ്സിനോടുള്ള അത് വാങ്ങുന്നത്. കാരണം നമുക്ക് നേരിട്ട് സാലറി ഇല്ലെങ്കിലും പലരും കോൺട്രാക്റ്റിലായിരിക്കും ഇതെടുക്കുക. അപ്പോൾ ഒരു 2 വർഷ കോൺട്രാക്ട്, 3 വർഷ ഒരു കോൺട്രാക്ട്, അതായത് ലേറ്റസ്റ്റ് ഇപ്പം ആപ്പിൾ ആവട്ടെ, അല്ലെങ്കിൽ ഐഫോൺ ആവട്ടെ, അല്ലെങ്കിൽ മാക് ആവട്ടെ. അപ്പോൾ ഇവരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഫോട്ടോസ് എടുക്കാനും അതിനൊക്കെ ആയിട്ട് അത് നമ്മൾക്ക് കോമൺലി കാണുന്ന ഒരു ട്രെൻഡാണ്. ലേറ്റസ്റ്റ് ഗാഡ്ജറ്റിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നത്, ഇത് വൺസ് നമ്മളൊരു ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എമൗണ്ട് സെറ്റ് ആവാതെ കോൺട്രാക്ട് ആവുമ്പോൾ ഈ കോൺട്രാക്ട് റൺ ചെയ്യുന്നിടത്തോളം നമ്മളതിന് ഈ പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണെന്നുള്ളതാണ്. ഗ്രേറ്റ്, അതെ, തീർച്ചയായും നല്ലൊരു ടിപ്പാണ്. അപ്പം ന്യൂ കമേഴ്സ് ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യമേ ചെല്ലുമ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. അത് ചെറിയ ചെറിയ സേവിങ്സ് മതി എന്നാണ് ആ ഒരു സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, പുതിയ ഗാഡ്ജറ്റ്സിലേക്ക് ചാടിക്കയറാതിരിക്കുക, അതിനെന്ത് ചെയ്യുക, സമയം കൊടുക്കുക. ആ ഒരു കോൺട്രാക്റ്റൊക്കെ ഒന്ന് റെഡി ആവുന്നവരേക്ക് ഒരു സമയം എടുത്ത് പതുക്കെ അതിലേക്ക് വരാനാണ് ഒരു നിർദ്ദേശം എബിനും ബെൻസിയും പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഇനി അടുത്തേക്ക് പോവാം. ഓക്കെ, ഈ ചോദ്യങ്ങൾ കൂടുതൽ ബെൻസിയിലേക്കാണ്. കാരണം 10 വർഷം രജിസ്റ്റർ നഴ്സായിട്ടുള്ള ഒരാൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടാവും. എങ്ങനെയാണ് പെട്ടെന്നൊരു രജിസ്റ്റർ നഴ്സായിട്ട് നമുക്ക് ഈ നമ്മുടെ ഒരു കരിയർ അവിടെ തുടങ്ങാൻ പറ്റുമോ? നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് പറയാമോ? അപ്പം നമുക്കൊരു എന്താ പറയുക, ഇവിടെ ഒരു RN നഴ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് B2 ലാംഗ്വേജ് ആണ്. B2 ലാംഗ്വേജ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ക്രൈറ്റീരിയ ഇതാവുന്നത്. ആൻഡ് ദെൻ പാരലലി നമുക്ക് റെക്കഗ്നേഷൻ പ്രൊസീജിയർ എന്നുള്ളൊരു പ്രൊസീജിയറാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ലാംഗ്വേജ് പഠിക്കുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ആ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രാക്ടിക്കൽ ആൻഡ് തിയറി അവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതായിരിക്കും ഒരു ബേസിക്കലി ഒരു ഡോക്യുമെൻ്റ് വരുന്നത്. അപ്പം ആ ഒരു നമ്മൾ നാട്ടിൽ പഠിച്ച ഒരു നഴ്സിംഗും ഇവിടുത്തെ ഒരു നഴ്സിംഗ് കോഴ്സും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ അനർക്കനും പ്രൊസീജിയർ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നൊരു, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നൊരു ക്രൈറ്റീരിയ പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു RN ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് വേഗമായിട്ട് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നിടത്ത് ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഫ്രഷേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സിന് ഓക്കെ ആണോ, അതോ എക്സ്പീരിയൻസ് വളരെ മാൻഡറ്ററി ആണോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ ഇവിടെ RN ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നില്ല. ഉണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ, നല്ലതാണ്. പക്ഷേ ഇല്ലാണ്ട് നമുക്കിതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ ഈ പറഞ്ഞ റെക്കഗ്നേഷൻ പ്രൊസീജിയറിൽ മെയിനായിട്ട് വരുന്നത്, ഇവിടെ വന്നതിന് ശേഷം ഈ RN ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതൊരു സ്ട്രക്ചേർഡ് ട്രെയിനിങ് ആയിരിക്കും. ഒരു 7 വീക്സ് അല്ലെങ്കിൽ 8 വീക്സ് എന്നുള്ള തിയറി ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ മേ ബി ഒരു 8 months ഒക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറിനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ഹോസ്പിറ്റലിൽ എവിടെയാണെങ്കിൽ നമുക്ക് ഓൾഡ് ഏജ് ഹോമിലാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണോ, മിക്കവാറും എല്ലായിടത്തും നമുക്ക് അങ്ങനെയായിരിക്കും ആ ഒരു ട്രെയിനിങ് കിട്ടുന്നത്. അപ്പം നമുക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷം നമുക്ക് RN ആവാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ ചെയ്യുന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്ത എക്സ്പീരിയൻസ് അത്രയ്ക്കും കണക്കിലെടുക്കുന്നതല്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫൈൻ, എംപ്ലോയറിനെ നോക്കുമ്പോൾ ഓക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ഒരു പ്ലസ് ആയിരിക്കും. പക്ഷേ അത് വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ഈ RN പ്രൊസീജിയറിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് ഫ്രഷേഴ്സിനും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്നാലും കുറെ എംപ്ലോയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു സിനാരിയും സംഭവിക്കുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തീരെ ഒരു ഹോസ്പിറ്റൽ കാണാത്ത ഒരാളെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ചിന്ത ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സ്ഥലങ്ങളിലാണെങ്കിൽ ഇന്ന സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ RN പ്രൊസീജിയറിനൊന്നും എക്സ്പീരിയൻസ് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്.
എനിക്ക് അടുത്തൊരു ചോദിക്കുന്നത് പെട്ടെന്നൊരു ക്യുക്കായിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് നഴ്സിംഗ് കരിയറിന്റെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് അവിടെ? നഴ്സിംഗ് കരിയർ ആയിട്ട് അവിടെ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്? നഴ്സിംഗ് കരിയറിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് കുറേ ഡിഫറെൻറ്റ് ഏരിയസിൽ നമുക്ക് അപ്സ്കിൽ ചെയ്യാനും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും കുറേ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലൈസ്ഡ് നഴ്സസ് എന്നൊക്കെ നമ്മൾ നാട്ടിലും പറയാറുണ്ടായിരിക്കും. ഇപ്പം ഡയാലിസിസോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ അനസ്തേഷ്യ അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ വൂണ്ട് മാനേജ്മെൻറ്റ്, അങ്ങനെ പല പല ഏരിയാസിലേക്ക് നമുക്കതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. ചിലപ്പോൾ തിയറി സെഷൻസ് ഇത്ര, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസ് ഇത്ര, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ക്ലാസ് കവർ ചെയ്താലും മതിയായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഇത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഓഫ് കോഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫർദർ സ്കിൽസ് തന്നെയായിരിക്കും. ആൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എംപ്ലോയീസ് തന്നെയായിരിക്കും അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യുന്നത്. നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഡിസൈഡ് നമുക്ക് ഇന്ന ട്രെയിനിങ് വേണമെന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത്ര ഒരു ട്രെയിനിങ്സ് എന്നുള്ള രീതിയിൽ. സോ നമുക്കതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു വൺസ് നേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഇഷ്ടംപോലെ ഗ്രോത്ത് ഓപ്ഷൻസ് ഉണ്ട്. അതില് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായും ഇപ്പൊ ഇതില് നേഴ്സായി വർക്ക് ചെയ്യുന്ന ഒരാൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പം ടീം ലീഡായിട്ട് മാറിയവരും നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് പരിചയത്തിലുള്ളത് തന്നെയുണ്ട്. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനും പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി അധികം അവിടെ ഒരു നഴ്സിന് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഒരു നഴ്സിന് കിട്ടുന്ന ഒരു ട്രീറ്റും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അവരെ ആദരിക്കുന്നതും ജർമ്മനിയിൽ ഒരു നഴ്സിനെ ആദരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ അതോ സെയിം തന്നെയാണോ? എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പഠിച്ച സമയം 2007-11 അത് കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് വർക്ക് ചെയ്തത് നാട്ടിലും കോയമ്പത്തൂരൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം അതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാനത് ഒരു ടൈം പീരീഡ് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണെന്ന് എനിക്ക് അത്ര വലിയ ധാരണയില്ല നാട്ടിൽ. പക്ഷേ ഞാൻ മുമ്പ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അത്ര വലിയ റെസ്പെക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ടു ബി ഹോണസ്റ്റ്. കാരണം അതത്ര ഒരു റെസ്പെക്റ്റഡ് പ്രൊഫഷനും അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് നേഴ്സസ് ഉണ്ട്, മേ ബി സംഭവം അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്കെപ്പോഴും ഒരു റെസ്പെക്റ്റ്, നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും. കാരണം ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ നേഴ്സസ് മാത്രമല്ല ഏതൊരു ജോലിക്കാണെങ്കിലും അതിൻ്റേതായ ഒരു ഡിഗ്നിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാനാണ് ഇവിടുത്തെ ഒരു ക്ലീനിങ് ലേഡി എന്ന് പറയാൻ ആ ക്ലീനിങ് ലേഡിക്കൊരു മടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നേഴ്സസിനും ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു പേഷ്യന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു ഷിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട്. ബിക്കോസ് ഞാൻ പറയുന്ന പോലെ ഒരു നേഴ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷനിൽ എല്ലാവരുടെയും ഒരു സെന്റർ ഓഫ് ഇതായിട്ട് നിൽക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. ബിക്കോസ് ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പം ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നമ്മളോടായിരിക്കും ഫസ്റ്റ് ചോദ്യം വരുന്നത്. ബിക്കോസ് ഫാമിലി ഒന്നും ഇവിടെ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ഉള്ളത്. അവർ വിസിറ്റിംഗ് ടൈമിൽ വരുന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെയായിരിക്കും മെയിനായിട്ട് അതിന് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അത്രയും ഇതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ക്ലോസിംഗ് ആയിട്ട് ഒരു നഴ്സിംഗിൻ്റെ കാര്യം ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്തായിരിക്കും നഴ്സുമാർ ജർമ്മനിക്ക് വരാനിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യം, അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണ്? ഇപ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത് നഴ്സുമാർ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു മിസ്റ്റേക്ക് എന്ന് പറയാൻ ലാംഗ്വേജ് തന്നെ ആയിരിക്കും എനിക്ക് പിന്നെയും പറയാനുള്ളത്. നമ്മളിങ്ങനെ പറഞ്ഞാൽ ലാംഗ്വേജിലേക്ക് തന്നെ ആയിരിക്കും അതിൽ വരുന്നത്. കാരണം B2 പഠിക്കുക അല്ലെങ്കിൽ എക്സാം പാസ്സാവുക എന്നുള്ള രീതിയിൽ മാത്രം ലാംഗ്വേജിനെ കാണുന്നു, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിന് വേണ്ടി മാത്രം ഇത് കാണുന്നു. പക്ഷേ അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം അതിൽ ഇഷ്ടംപോലെ പ്രൊഫഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെ അടുത്താണെങ്കിലും പല പല ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലാംഗ്വേജ് വേണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറയുന്നവരുണ്ട് ഇത് പഠിക്കാനുള്ള ഓറിയൻറ്റേഷനിലാണ് ഞാനിത് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സേക്ക് ഓഫ് B2 സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുള്ളവരാണ് പലരും. പക്ഷേ അതിനുശേഷം ഇവിടെ വന്ന് സംസാരിക്കണം, എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ പലർക്കും ഉണ്ടായി കാണില്ല എന്നുള്ളതാണ്. അത് ഇപ്പം ലൈവായിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലർ. അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നപ്പോൾ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എനിക്ക് അറിയണില്ല ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് എന്ന് പറയുന്ന ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതില് ലാംഗ്വേജ് കൂടാതെ കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം പലരും
നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒന്ന് പാസ്സാവാൻ ബുദ്ധിമുട്ട്, അതിന് വിസ കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കുറെ കാലത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് പലപ്പോഴും എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഒന്ന് സർവൈവ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനിൽ മാത്രം നിൽക്കുമ്പോൾ വെച്ചാൽ ചില ഇപ്പം നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എപ്പോഴും ഡ്യൂട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വിളിക്കുമ്പം നമ്മൾ അവധി ഉണ്ടെങ്കിലും ചെല്ലുക, അല്ലെങ്കിൽ കൂടുതൽ പണി വരിക. അപ്പൊ നമുക്ക് അറിയാം അവര് നമ്മളെ ഇത് മിസ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങള് പേടിച്ചിട്ട് പറയാതെ നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവര് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ആകെ പറയാനുള്ളത് നമ്മള് പേടിച്ച് നിൽക്കരുത്, താന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുക. കാരണം ആരും നമ്മളെ അങ്ങനെ വെറുതെ ചവിട്ടി താത്താൻ നിൽക്കരുത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസും കൂടെ ആളുകൾക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ പഠിച്ചു വന്നത് അതും കൂടെ അതില്ലാതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾക്ക് വീണ്ടും ഓക്കെ ഇവനോട് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവളോട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് തോന്നാനും സാധ്യതകളുണ്ട്. ഇതിപ്പോൾ പറയാൻ കാരണം ഇപ്പം നഴ്സിംഗ് ജോലി എന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രെസ് ഇല്ലാത്തൊരു ജോലിയല്ല. അപ്പം നമ്മൾ ഇപ്പം നമുക്കൊരു 4 ദിവസത്തെ ഓഫ് കഴിഞ്ഞിട്ടായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഓഫ് ഉണ്ടായിരിക്കുക. സോ ആ ഓഫിൽ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത് ജോലിക്ക് വരുമെന്നൊക്കെ. അപ്പം ഇല്ലയെന്ന് പറയാൻ പേടിച്ചിട്ട് ചെല്ലുന്നവരുണ്ട് കുറേ പേര്. അത് കഴിഞ്ഞ് അവർ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു ഇൻട്രാക്ഷനിലായിരിക്കും പറയുക എനിക്കൊരു ഓഫ് ഉണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതിന് വിളിച്ചു ഇപ്പോൾ പോകേണ്ടി വന്നു, പേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ധൈര്യം കുറച്ച് അധികം വേണമെന്ന് തോന്നിയിട്ട്. പക്ഷെ അതിനും കുറേ പേര് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ധൈര്യത്തിൽ പറയാൻ പറ്റണമെങ്കിലും അതിനനുസരിച്ച് പറയാൻ കിട്ടണ്ടേ ചേച്ചി അങ്ങനെ പറയാറുണ്ട്. അതായത് ലാംഗ്വേജ് ഇല്ല, ഭാഷകൾ വേണം അല്ലെ, വാക്കുകൾ ഇല്ലാത്ത. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് എന്നുള്ളത് തന്നെയാണ് അതിലും പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അപ്പൊ നഴ്സുമാര് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കാതെ അവിടെ സംസാരിക്കാനും അവരുടെ ജോലിയിലുള്ള കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നോക്കാനുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ലാംഗ്വേജിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നഴ്സുമാരെ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമല്ലാതെ സംസാരിക്കാനും അവിടെ ജോലിക്ക് വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് പഠിക്കാനായിട്ട് നോക്കുക. ക്ലിയർ? എനിക്ക് നിങ്ങളോട് ഇനി ചോദിക്കാനുള്ളത് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഈ ബാക്കിയുള്ളത്. അപ്പൊ അതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജർമ്മൻ ജേർണിയിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ പാർട്ട് ഓരോരുത്തരും ഓരോന്ന് പറയാമോ? നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയൊരു പാർട്ട് എന്തായിരുന്നു ബെൻസി? ഇവിടെ വന്നിട്ടുള്ളൊരു ഇതിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻ്റഗ്രേഷൻ അതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വന്ന സമയത്ത് തന്നെയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല, വേറെ അറിയുന്നവരാരും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു വർക്കിംഗ് ഇതിൽ തന്നെ ഒന്ന് ബിലോങ്ങിങ് ആവാനായിട്ടുള്ളൊരു സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷെ അതല്ലാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്ന് മിങ്കിളായി ഒന്ന് ഇൻറ്ററാക്ട് ചെയ്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഐ ബിലോങ് ഹിയർന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങാനുള്ള ഒരു സമയമുണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതാണ് എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. എന്തായിരുന്നു? എനിക്കും ഇത് തന്നെയാണ്. കാരണം ജോലി കഴിഞ്ഞിട്ടുള്ള സമയം എങ്ങനെ ചെലവഴിക്കാം, അതിൽ ഇപ്പം നമുക്കൊരു ആളുകളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ചെയ്യാനോ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കിപ്പോൾ ജോലി ഓക്കെ അത് ഉള്ള ഭാഷ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ജോലി കഴിയുന്നു ആ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ അത് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, എനിക്ക് രണ്ടുപേർക്കും ഒരേ ഒരു അനുഭവം തന്നെയാണ് അതിനെ കുറിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജർമ്മൻ പഠിക്കാൻ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർക്ക് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ ഒരു പരീക്ഷ പാസ്സാവാനുള്ള ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് പോലെ കാണാതെ എനിക്കിതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഹൗ കൻ ഐ കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള അങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷനിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വൈസ്. അത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് അത് തന്നെയുള്ളൂ. കാരണം അത് വളരെയധികം വളരെ ഇതായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാൻ പഠിച്ച സമയത്ത് ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച മാഡം പറഞ്ഞിട്ടുണ്ട്, യു തിങ്ക് ഇൻ ജർമ്മൻ, യു ഈറ്റ് ഇൻ ജർമ്മൻ, യു ഡ്രിങ്ക് ഇൻ ജർമ്മൻ എന്നാണ് പുള്ളിക്കാരി പറയാറ്. അതായത് എന്ത് ചെയ്യുമ്പോഴും നമ്മളിത് എന്ത് ചെയ്യണോ എന്നിപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിൽ എനിക്ക് മറുപടി പറയാൻ പറ്റണം, ഓക്കെ ഞാൻ ഇന്നതാണ് ചെയ്യണതെന്ന്. അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ പറയാൻ കിട്ടണം എന്നാണ് പുള്ളിക്കാരി പറയാറുള്ളത്. അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് അതിൽ പാസ്സാവാനും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളും
ഇതായിരിക്കും, കുഴപ്പമുണ്ടായിരിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഗ്രാമർ, നമുക്ക് ഓഫ് കോഴ്സ് ഗ്രാമർ വേണം, പരീക്ഷ പാസ്സാവാൻ ഗ്രാമർ വേണം, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും, സ്പീക്കിംഗ് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴും കുട്ടികൾ കുറേ ഗ്രാമർ ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കുന്നു ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു തുടങ്ങുമ്പോൾ അവരത് ഗ്രാമറിൽ ഏത് വേർഡ് എവിടെ വെക്കണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേനും പറഞ്ഞു തുടങ്ങിയ സെൻറ്റൻസ് ലോസ്റ്റ് ആയി പോകാറുണ്ട്. അപ്പം സ്പീക്കിങ്ങിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഗ്രാമർ അത്രയ്ക്കും ഭയങ്കരമായിട്ട് കണിശമായിട്ട് നോക്കാണ്ട് ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ, ലാംഗ്വേജിനെ ലാംഗ്വേജ് ആയിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ ഈസി ആയിരിക്കും. ഗ്രേറ്റ്. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ജർമ്മൻ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആരോട് നിങ്ങൾ ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി പരിശ്രമിക്കാതിരിക്കുക. ജസ്റ്റ് ഇത് പഠിക്കുക, ഭാഷ പഠിക്കുക. ഇവിടെ വന്ന് നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾ നാട്ടിൽ നടക്കുന്ന പോലെ നമുക്കൊരു കുറച്ച് ആളുകളായിട്ട് സംസാരിച്ച് കടകളിൽ പോയി അല്ലെങ്കിൽ ഒരു ലൈഫ് ജോലി മാത്രം അല്ലാതെ പല കാര്യങ്ങൾ ചെയ്യാനും ഇപ്പം പറ്റണം എന്നുള്ള രീതിയിൽ നടക്കാനായിട്ട് നമുക്ക് ഭാഷ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആയിട്ട് പഠിക്കുക. ഇനിയിപ്പം നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്ന കോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ കോഴ്സ് കണ്ടെത്താനും അല്ലെങ്കിൽ വേറെ രീതിയിൽ വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഭാഷ എപ്പോഴും ഉപകാരമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ഇപ്പം നിങ്ങൾ നാട്ടിൽ നടക്കുന്ന പോലെ നമുക്കൊന്ന് ഉഷാറായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കണം. ആ ഒരു പോയിന്റ് മൈൻഡിൽ വെക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക. ഇത് പഠിക്കാം, പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. തെറ്റുകൾ ഉണ്ടാവും. നമ്മൾ 10-12 കൊല്ലം സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പഠിച്ച് +2 കഴിഞ്ഞ് ഇരിക്കുന്നു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പുതിയ ഭാഷ ഇപ്പോൾ തുറക്കുന്നു, നാളെ ഒരു വർഷം കൊണ്ട് അത് ഇത്ര പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം നിങ്ങൾ അത് ആ ഒരു പെർഫെക്ഷൻ സൈഡിൽ വെക്കുക. സംസാരിക്കാൻ പറ്റുക, നമ്മൾ ആളുകളോട് സംസാരിക്കുക, അത് മാത്രമായിട്ട് നോക്കുക. ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം മൈൻഡിൽ വെക്കുക. ബാക്കി ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്നോളും. നിങ്ങൾ ഇന്ന് ജർമ്മൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങുകയാണെന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ ജർമ്മൻ ചെയ്യുകയെങ്കിൽ നിങ്ങൾ എങ്ങനെ, എന്ത് ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾ അതിൽ കൊണ്ടുവരിക? എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചധികം കേൾക്കാൻ നോക്കും. അതായത് ജർമ്മൻ ഭാഷ എങ്ങനെയുണ്ടെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, കുറച്ചിങ്ങനെ ഭാഷ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ കിട്ടാനായിട്ട് കുറച്ച് ഹിയറിംഗ് ആയിരിക്കും ചെയ്യാൻ തോന്നുന്നു. ലിസണിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഗ്രേറ്റ്. എബിൻ? എനിക്കൊരു ചാൻസ് വീണ്ടും പഠിക്കാൻ അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ റീഡിങ്ങും ലിസണിങ് തന്നെയാണ്. അതിലാണ് കൂടുതൽ എഫേർട്ട് എടുക്കുക, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. കാരണം ഇതാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വേർഡുകളും കാര്യങ്ങളും പലതും നമ്മളെ തലയിലുണ്ടാവും. അപ്പം നമുക്ക് അടുത്ത സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് പറ്റും. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ലിസണിങ്ങിലും റീഡിങ്ങിലാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എൻഡ് ചെയ്യാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിങ്ങനെയാണ്, കേരളത്തിൽ ഒത്തിരി പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ കൊണ്ട് ജർമ്മനിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ, ഒരു ഡ്രീം എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് എന്താണ്? പിന്നെ എന്ത് തോന്നുന്നു? തീർച്ചയായും പറ്റും. നിങ്ങൾക്ക് ജർമ്മൻ പഠിച്ച് അല്ലെങ്കിൽ ജർമ്മനിയിൽ വന്ന ഒരു ലൈഫ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അതിന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പറ്റും. ക്ഷമ വേണം. ജർമ്മനി പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. ക്ഷമ എടുക്കുക, കുറച്ച് സമയം കൊടുക്കുക, സാവകാശം കൊടുക്കുക, മടി കൂടാതെ പരിശ്രമിക്കുക, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, ഗ്രേറ്റ് ടിപ്പാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ബെൻസിക്ക് എന്താ പറയാനുള്ളത്? അത് തന്നെയാണ്, കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ചിലർ പറയാറുണ്ട് പ്രോസസ്സിങ് തുടങ്ങി ഒന്നും നടക്കുന്നത് കാണാനില്ല, 1 മാസമൊക്കെ ആകുമ്പോഴേക്കും പറയുന്നത് കേൾക്കാറുണ്ട് ചിലരൊക്കെ. അപ്പം ഐ തിങ്ക് അങ്ങനെയൊന്നും വർക്കാവുന്നൊരു ഇതല്ല ഇത്. അപ്പം നമുക്ക് അതിനൊരു ക്ഷമ വേണം, സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ നടക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. അതിലുപരി ലാംഗ്വേജ് പഠിക്കാൻ ചിലർ ഷോർട്ട് കട്ട് ചെയ്ത് വിചാരിക്കാറുണ്ട്, B1 ആണെങ്കിൽ മതിയോ, അല്ലെങ്കിൽ B1 1 മോഡ്യൂൾ മതിയോ, 2 മോഡ്യൂൾ മതിയോ. അതൊന്നും നമുക്കൊരു സക്സസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ക്ഷമ ഉണ്ടാവുക. ലാംഗ്വേജ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കുക. അത് പഠിച്ചു തോന്നുന്നു എല്ലാതും തന്നെ അതിലേക്ക് വന്നോളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം കീ ലാംഗ്വേജ് ആണെന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് സമയമെടുത്ത് പഠിക്കുക, ക്ഷമയോടുകൂടി പഠിക്കുക, നന്നായി ഫോളോ അപ്പ് ചെയ്യുക. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഇത്ര സമയം ഞങ്ങളുടെ കൂടെ ഇരുന്ന എബിനും
അതുപോലെ തന്നെ ബെൻസിക്കും ഒത്തിരി താങ്ക്സ് പറയാണ്. കാരണം നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ജർമ്മനിയെ കുറിച്ച് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ ജോയിനിങ് എബിൻ ആൻഡ് ബെൻസി. എനിക്ക് തോന്നുന്നു ഒത്തിരി തിരക്കുകളുണ്ട്, ജോലിയുടെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് എബിൻ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ആയിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു തിരിച്ചു കയറാൻ സമയം തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ കുറെ പോഡ്കാസ്റ്റിൽ കാണാം. അപ്പോ താങ്ക് യു, ബൈ. ജർമ്മനിൽ പറയാലോ. ഓക്കെ, ചൂസ്. Tschüss.